ഞാൻ വെച്ചൂച്ചിറ മധു. വെച്ചൂച്ചിറ എന്ന് പറയുന്നത് ശബരിമലയുടെ അടിവാരത്തുള്ള ഒരു കുഗ്രാമമാണ്. പമ്പാ നദിക്കരയിലുള്ള ഒരു ഉറക്കം തൂങ്ങി ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. പത്തനംതിട്ട ജില്ലയിലാണ്. ഇപ്പോൾ പണ്ട് കൊല്ലം ജില്ലയായിരുന്നു, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ്. പക്ഷേ ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് തിരുമല വലിയവിളയിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ എനിക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ഞാൻ വെച്ചൂച്ചിറയ്ക്ക് താമസം മാറ്റിയത്. എൻ്റെ അച്ഛനൊരു വിമുക്ത ഭടനാണ്. അദ്ദേഹം 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. പി മാധവൻ പിള്ള. അദ്ദേഹം തിരുവനന്തപുരത്ത് വെള്ളായണി സ്വദേശിയാണ്. അദ്ദേഹത്തിന് 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും മരിച്ചുപോയി, അന്ന് തന്നെ മരിച്ചുപോയി. അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ജവഹർലാൽ നെഹ്റുവും പട്ടം താണുപിള്ളയും കൂടി ചേർന്നൊരു കോളനൈസേഷൻ സ്കീം ആവിഷ്കരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ റിസർവ് വനമായ റാന്നി റിസർവ് വനത്തിൻ്റെ വെച്ചൂച്ചിറ ഭാഗത്തുള്ള ഒരു 1500 ഏക്കർ വനം, ഇപ്പോഴാണ് ഞാൻ സമ്മതിക്കില്ലായിരുന്നു, ഞാനിപ്പോൾ എനിക്കൊന്നൊരു 1 വയസ്സേ ഉള്ളൂ, 1 വയസ്സും ആയില്ല. അപ്പോൾ ആ സമയത്ത് 1500 ഏക്കർ വനം വെട്ടിത്തെളിച്ച് 300 വിമുക്ത ഭടന്മാരെ പുനരധിവസിപ്പിച്ചു. അപ്പോൾ അതിൽ എൻ്റെ അച്ഛനും അവിടെ ഒരു 5 ഏക്കർ സ്ഥലം കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ വെച്ചൂച്ചിറയ്ക്ക് സ്ഥലം മാറിപ്പോൾ. തിരുവനന്തപുരംകാരാണ് എൻ്റെ അച്ഛൻ, പിന്നെ നെള്ളായണി സ്വദേശിയും അമ്മ തിരുമല വലിയവിള സ്വദേശിനിയുമാണ്. അപ്പോൾ എനിക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ വെച്ചൂച്ചിറയ്ക്ക് സ്ഥലം മാറിപ്പോയത്. അപ്പോൾ അവിടെ കാട് വെട്ടിത്തെളിച്ച സ്ഥലത്ത് ഞങ്ങൾക്ക് കുറേ സ്ഥലം തന്നു. അവിടെ ഞങ്ങളൊരു ജീവിതം തുടങ്ങുകയായിരുന്നു. ഞാനാണ് മൂത്ത മകൻ, ഞങ്ങൾ 5 മക്കളുണ്ട്. അപ്പോൾ ഞങ്ങൾ വെച്ചൂച്ചിറ ചെന്ന് അവിടെ താമസം ആരംഭിച്ചു. വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ മലമ്പനിയും ഒക്കെ വരുന്നൊരു കാലമായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവിടെ ജീവിതം ആരംഭിച്ചു. വനവിഭവങ്ങളല്ല, അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെയൊക്കെ സ്ഥലമെന്ന് പറഞ്ഞാൽ ആനയും കടുവയും കരടിയും ഒക്കെ മേഞ്ഞു നടക്കുന്ന സ്ഥലമായിരുന്നു. അവിടെ നിന്നാണ് വനം വെട്ടിത്തെളിച്ച് ഈ സ്ഥലം ഞങ്ങൾക്ക് തന്നത്. ആ സ്ഥലം വെട്ടിത്തെളിച്ച് തന്ന സമയത്ത് ഞങ്ങൾ നമ്മുടെ ഒരു ചെറിയ വീടൊക്കെ വെച്ചു. ആ വീട്ടിൽ ഞങ്ങൾ താമസം ആരംഭിച്ചു. അങ്ങനെ കുറേ നാൾ അവിടെ താമസിച്ചു. എനിക്കൊരു 6 വയസ്സായപ്പോൾ, ഞാൻ 6 വയസ്സാണ്, 1ാം ക്ലാസ്സിൽ ചേർന്നു. ഞാനൊരു ആദിവാസി സ്കൂളിലാണ് 1ാം ക്ലാസ്സിൽ ചേർന്നത്. കാരണം ആദിവാസി സ്കൂളിൽ ചേരാൻ കാരണം ഞങ്ങളുടെ പ്രദേശം മുഴുവൻ ഒരു ആദിവാസി മേഖലയായിരുന്നു. അപ്പോൾ ആദിവാസി സ്കൂളിലായിരുന്നു ഞാൻ ചേർന്നത്. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളെന്ന് പറഞ്ഞാൽ അതൊരു ടെറസ് ബിൽഡിങ്ങോ ഓടിട്ട ബിൽഡിങ്ങോ ഒരു ഓല കെട്ടിയ ബിൽഡിങ് പോലും ആയിരുന്നില്ല. ഒരു പുല്ല് മേഞ്ഞ വാറ്റുപുല്ല് എന്ന് പറയുന്ന പുല്ല് കൊണ്ട് മേഞ്ഞ ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഗവൺമെൻറ് സ്കൂളാണ്. അന്നത് ട്രൈബൽ സ്കൂളായിരുന്നു, ആദിവാസി സ്കൂളായിരുന്നു. പിന്നീട് അത് ഗവൺമെൻറ് സ്കൂളാണ്. ഇപ്പോൾ വെച്ചൂച്ചിറ അല്ല, പരുവ എന്ന് പറയും. പരുവ ഗവൺമെൻറ് LPS ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന. കുട്ടികളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. ഞങ്ങളൊക്കെ പഠിച്ച കാലത്തൊക്കെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ പഠിച്ച് 4ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അപ്പോൾ 4ാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ തന്നെ വീട്ടിലെ സാഹചര്യമൊക്കെ വളരെ ദയനീയമായിരുന്നു. അച്ഛന് ജോലിയൊന്നുമില്ല, പെൻഷനുമില്ല. 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തെങ്കിലും അദ്ദേഹം അതിൻ്റെ സർവീസ് കംപ്ലീറ്റ് ചെയ്യാത്തുള്ളത് അതിന് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. എൻ്റെ വീട്ടിൽ ഒരു വാർത്താവിനിമയ മാർഗ്ഗങ്ങളും ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിലൊരു ടെലിവിഷനൊക്കെ അന്നത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യം പോലുമില്ല, റേഡിയോ ഇല്ല, ഒരു പത്രം പോലും ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത വീട്ടിൽ പോലും ഒരു പത്രം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ പത്രം പിൽക്കാലത്ത് പത്രപ്രവർത്തകൻ ആയി മാറിയെങ്കിലും ഞാൻ തുടക്കത്തിൽ പത്രം വായിച്ചു തുടങ്ങിയത് പഴയ പത്രങ്ങളാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എല്ലാ ദിവസവും ഞങ്ങളുടെ നാട്ടിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ചന്തയുണ്ട്, വെച്ചൂച്ചിറ ചന്ത. ആ ചന്തയിൽ അച്ഛൻ ഈ വീട്ടിൽ ചെറിയ സാധനങ്ങൾ, കുരുമുളക്, ഏത്തക്കൊല ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുപോയി വിറ്റിട്ട് അത് കിട്ടുന്ന പൈസ കൊണ്ട് അരി, മുളക്, ഉപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ, വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. ഈ സാധനങ്ങളൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരുന്നത് പഴയ പത്രങ്ങളിലാണ്. പഴയ പത്രം തൂക്കി വിൽക്കുന്ന പത്രങ്ങൾ കടക്കാർ വാങ്ങിയിട്ട് ആ പത്രത്തിലാണ് അവർ സാധനങ്ങൾ പൊതിഞ്ഞു തരുന്നത്. അപ്പോൾ അച്ഛൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിക്കും. അമ്മ അതെല്ലാം കൂടി ഏതെങ്കിലും പാത്രത്തിലോ ഭരണിയിലോ ഒക്കെ ഇട്ടതിന് ശേഷം ഈ പത്രം പുറത്തേക്കിടും. അപ്പോൾ ഞാൻ വളരെ ആർത്തിയോടെ ഈ പത്രം എടുത്ത് വായിക്കും. പഴയ പത്രമായിരിക്കും. മനോരമ, ദീപിക, കേരളഭൂഷണം, കേരള കൗമുദി അന്നില്ല. മാതൃഭൂമിയും കൗമുദിയൊന്നും ഞങ്ങളുടെ പ്രദേശത്ത് അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പത്രങ്ങൾ വായിച്ചാണ് ഞാൻ പത്രപാരായണം ആരംഭിച്ചത്. പത്രപ്രവർത്തകനായെങ്കിലും പിന്നീടായെങ്കിലും ഞാൻ ആദ്യം പത്രപാരായണം ആരംഭിച്ചത് പഴയ പത്രങ്ങൾ വായിച്ചാണ്. പക്ഷേ അതിന് കുറേ കുഴപ്പങ്ങളും പറ്റിയിട്ടുണ്ട്. പഴയ കാര്യങ്ങൾ, പഴയ വാർത്ത നമുക്കറിയൂ. ഈ ആൾക്കാർ ഈ പത്രം തൂക്കിയിരിക്കുന്നത് 6 മാസത്തിലോ 1 വർഷത്തിലോ ഒരിക്കലൊക്കെ ആയിരിക്കും. അതിനിപ്പോൾ ഇപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള ഒരു സംഗതി, ജോൺ എഫ് കെന്നഡി എന്നൊക്കെ അന്ന് കേട്ടിട്ടുണ്ട്. അന്ന് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു.
ഇന്ത്യ അവളെ സ്നേഹിച്ച, ഇന്ത്യക്ക് വളരെ സ്നേഹമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. ഓസ്വാൾഡോ മറ്റോ പറഞ്ഞ ഒരാളാണ് വെടിവെച്ച് കൊന്നത്. 1963 നവംബറിലാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത്. പക്ഷേ ഞാൻ ആ സംഭവം അറിഞ്ഞത് 6 മാസം കഴിഞ്ഞാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വാർത്തയടങ്ങിയ പത്രം എൻ്റെ കയ്യിൽ കിട്ടിയത് 6 മാസം കഴിഞ്ഞ് അച്ഛൻ സാധനം മാറ്റിക്കൊണ്ട് വന്ന പത്രത്തിൽ ആ പേപ്പറിലാണ് ആ വാർത്തയുണ്ടായിരുന്നത്. അങ്ങനെ പല സ്ഥിതികളും ഉണ്ടായി. അപ്പോൾ 4ാം ക്ലാസ് വരെ ഞാൻ പരുവ സ്കൂളിൽ, ട്രൈബൽ സ്കൂളിൽ, ആദിവാസി സ്കൂളിൽ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്തുള്ള വേറൊരു സ്കൂളിൽ വേണം എനിക്ക് 4ാം ക്ലാസ് മുതൽ പഠിക്കാൻ. 3ാം ക്ലാസ് വരെ അവിടെ പഠിച്ചുള്ളൂ. അപ്പോൾ ആണ് തിരുവനന്തപുരത്തിൻ്റെ അമ്മയുടെ ബന്ധുക്കളുടെ വീട്ടിൽ, അമ്മയുടെ സഹോദരനുമൊക്കെ താമസിക്കുന്ന തിരുമല വലിയവിള സ്കൂളിൽ, വലിയവിള ഗവൺമെൻറ് UP സ്കൂളിൽ എന്നെ അവിടെ കൊണ്ടുപോയി ചേർത്തു. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് പരുവ സ്കൂളിൽ നിന്ന്, വെച്ചൂച്ചിറ പരുവ സ്കൂളിൽ നിന്ന് ഞാൻ പിന്നെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറി ഈ വലിയവിള സ്കൂളിൽ ഞാനവിടെ പ്രവേശനം നേടിയത്. അപ്പോൾ അവിടെ ഒരു വലിയ സന്തോഷകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ അന്ന് കേരളകൗമുദി പത്രം അന്ന് വരുത്തിയിരുന്നു. അപ്പോൾ പത്രം എനിക്ക് എല്ലാ ദിവസവും പത്രം കിട്ടും. അപ്പോൾ പത്രം വായിക്കാൻ കഴിയും. അന്നത്തെ കാലത്ത് ഞാനിപ്പോൾ ഓർക്കുന്നൊരു വാർത്തയെന്ന് പറഞ്ഞാൽ, ഫാദർ ബെനഡിക്റ്റ് പ്രതിയായിട്ടുള്ള മറിയക്കുട്ടി കൊലക്കേസ് എന്ന് പറയുന്ന കേസ്. അത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അതിൻ്റെ വിചാരണയൊക്കെ നടക്കുന്നത്. കൊല്ലത്താണ് കേസിൻ്റെ വിചാരണയൊക്കെ നടന്നത്. ആ കേസിൻ്റെ വിചാരണയും അത് എല്ലാ ദിവസവും അത് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു പത്രത്തിൽ, കേരളകൗമുദിയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിധി വന്നപ്പോൾ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അദ്ദേഹത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അവർ അപ്പീൽ പോയി. സഭയൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അവസാനം അദ്ദേഹത്തെ കുറ്റവിമുക്തനായി പ്രഖ്യാപിച്ചു. അങ്ങനെ അദ്ദേഹം ജയിൽ മോചിതനായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാർത്തകൾ വായിക്കാൻ എനിക്ക് അന്ന് കേരളകൗമുദിയിലൂടെ കഴിഞ്ഞു. അങ്ങനെ കേരളകൗമുദി പത്രമാണ് ഞാൻ വായിച്ച ആദ്യ പത്രങ്ങളിലൊന്ന്. അതിന് മുമ്പ് വെച്ചൂച്ചിറയായിരുന്ന സമയത്ത് മനോരമ, കേരളഭൂഷണം, ദീപിക തുടങ്ങിയ പത്രങ്ങളൊക്കെ വായിച്ചിരുന്നു. പക്ഷേ ഞാൻ ദീർഘകാലം പിന്നീട് പ്രവർത്തിച്ച മാതൃഭൂമി പത്രം ഒന്നും ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അന്ന് കിട്ടുമായിരുന്നില്ല. കാര്യം അന്നത്തെ കൊച്ചി, ആദ്യകാലത്ത് കോഴിക്കോട് നിന്നും പിന്നെ കൊച്ചിയിൽ നിന്നുമാണ് മാതൃഭൂമി ഇറങ്ങിയിരുന്നത്. അന്നൊന്നും അവിടെ നിന്നും വെച്ചൂച്ചിറയൊന്നും ഈ പത്രം വരുമായിരുന്നില്ല. അപ്പോൾ ഏതായാലും തിരുവനന്തപുരത്ത് വന്ന ശേഷം കേരളകൗമുദി പത്രം സ്ഥിരമായി വായിക്കാൻ ഒരു അവസരം കിട്ടി. അത് വലിയ സന്തോഷകരമായ ഒരു സംഗതിയായിരുന്നു. അങ്ങനെ അവിടെ ഞാൻ പഠിച്ച സമയത്ത് എൻ്റെ ഒരു മുത്തശ്ശി അവിടുത്തെ ഒരു ഹെഡ് മിസ്ട്രസ് ആയിരുന്നു, ജാനകിയമ്മ. ആ ടീച്ചർ എന്നോട് വലിയ വാത്സല്യമായിരുന്നു. അവരുടെ ഭർത്താവ് ശിവരാമപിള്ള എന്ന് പറയുന്ന ആൾ, ഗോശാല മാനേജർ ശിവരാമപിള്ള എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അദ്ദേഹം വളരെ ഒരു പൊതുകാര്യ പ്രസക്തനും കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ കരയോഗം പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു. അദ്ദേഹം പിന്നീട് വലിയ ആളുകളുടെയൊക്കെ ബന്ധുക്കളായിട്ട് മാറിയിട്ടുണ്ട്. ശ്രീ വരദരാജൻ നായരുടെ മകളെ കല്യാണം കഴിച്ചത് അദ്ദേഹത്തിൻ്റെ മകനാണ്. അങ്ങനെയൊക്കെ ഒരു ബന്ധുബലമൊക്കെയുള്ള ആളായിരുന്നു. അപ്പോൾ ആ ജാനകിയമ്മ ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി എനിക്ക് ആ സ്കൂളിൽ നല്ലൊരു പരിഗണനയൊക്കെ കിട്ടി. ടീച്ചർ എല്ലാ കാര്യത്തിലും എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പല കാര്യങ്ങളും ചെറിയ ചെറിയ സാമ്പത്തിക കമ്മിറ്റ്മെൻറ്റ് വരുന്ന കാര്യങ്ങളൊന്നും ആ ടീച്ചർ വീട്ടിൽ പോലും ചോദിക്കാതെ, അല്ലെങ്കിൽ എന്നോട് പൈസ ആവശ്യപ്പെടാതെ എൻ്റെ പൈസ ടീച്ചർക്ക് കയ്യിൽ നിന്ന് കൊടുക്കുമായിരുന്നു. അങ്ങനെ ആണ് ഞാൻ അങ്ങനെ പഠിച്ചു വന്നത്. അങ്ങനെ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിൽ ചേർന്നു. 4-5 മത്സരങ്ങളിൽ എനിക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 4ാം ക്ലാസ്സിൽ വലിയ യൂത്ത് ഫെസ്റ്റിവലൊന്നുമില്ല, എങ്കിലും ചെറിയ പ്രൈമറി തലത്തിലുള്ള യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി. ആദ്യത്തെ വർഷം 4 ഒന്നാം സമ്മാനം കിട്ടി, പ്രസംഗ മത്സരം ഉൾപ്പെടെ. അങ്ങനെ അടുത്ത വർഷം ആയപ്പോഴത്തേന് ടീച്ചറിൻ്റെ പ്രോത്സാഹനത്താൽ ഞാൻ 8 ഇനങ്ങൾ, കയ്യെഴുത്ത് ഉൾപ്പെടെ, ഹാൻഡ് റൈറ്റിംഗ് ഉൾപ്പെടെ ഉള്ള വിഷയങ്ങളിൽ പങ്കെടുത്ത് 8നും സമ്മാനം കിട്ടി. അങ്ങനെ ടീച്ചറിൻ്റെ നല്ല പ്രോത്സാഹനം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പഠിച്ച് അവിടെ യുവജനോത്സവത്തിൽ, സ്കൂൾ തലത്തെ യുവജനോത്സവത്തിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. അവിടുന്ന് പാങ്ങോട് സ്കൂളിൽ നടന്ന സബ് ജില്ലാ യുവജനോത്സവത്തിൽ ഞാൻ പങ്കെടുത്തു. പ്രസംഗത്തിന് 1ാം സ്ഥാനം കിട്ടി. അവിടുന്ന് വഴുതക്കാട് ടാഗോർ സെമിനറി തിയേറ്ററിൽ നടന്ന ജില്ലാ യുവജനോത്സവത്തിൽ, ഇന്ന് കുട്ടികൾക്കൊക്കെ ജില്ലാതലം വരെ ഉള്ളൂ, അപ്പോൾ അതിൽ പങ്കെടുത്തു. അവിടെയും പ്രസംഗത്തിന് എനിക്ക് ജില്ലാതലത്തിൽ 1ാം സ്ഥാനം, തിരുവനന്തപുരം ജില്ലയിലെ 1ാം സ്ഥാനം എനിക്ക് കിട്ടി. അപ്പോൾ അതൊക്കെ അന്നത്തെ കാലത്ത് പിന്നെ സ്കൂൾ ലീഡറായിട്ട് തന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞത്. അപ്പോൾ അവിടെ 4, 5, 6 3 ക്ലാസ്സിൽ തിരുവനന്തപുരത്ത് പഠിച്ചു. 7ാം ക്ലാസ് ആയപ്പം വീണ്ടും ഞാൻ വെച്ചൂച്ചിറയ്ക്ക് വന്നു. അവിടുത്തെ കോളനി ഗവൺമെൻറ് സ്കൂളിലെ പിന്നെ ഫസ്റ്റ് ബാച്ചിൽ ഞാൻ ചേർന്നു. അവിടുന്ന് 10ാം ക്ലാസ് ആ സ്കൂളിൽ നിന്ന് പാസ്സായി. 10ാം ക്ലാസ്സിലെ ആ സ്കൂളിലെ ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ്, ഒരേ ഒരു ഫസ്റ്റ് ക്ലാസ് എനിക്കായിരുന്നു. അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായി. ആ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ജില്ലാ യുവജനോത്സവത്തിൽ പങ്കെടുത്തു. കോന്നി ഐരവൻ സ്കൂളിൽ നടന്ന ജില്ലാ യുവജനോത്സവത്തിൽ എനിക്ക് പ്രസംഗത്തിന് 1ാം സ്ഥാനം കിട്ടി.
സംസ്ഥാന യുവജനോത്സവത്തിൽ ആലപ്പുഴ ലിയോ 13 സ്കൂളിൽ നടന്ന സ്കൂൾ യുവജനോത്സവം ഞാൻ പങ്കെടുത്ത് എനിക്ക് സമ്മാനമൊന്നും കിട്ടിയില്ല. എനിക്ക് എ ഗ്രേഡ് കിട്ടി. അന്ന് ഒന്നാം സ്ഥാനം കിട്ടിയ ആൾ പിന്നീട് സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയ പ്രഗത്ഭനായ ജിജി തോംസണാണ്. ജിജി തോംസൺ ഒന്നാം സ്ഥാനവും എനിക്ക് എ ഗ്രേഡുമാണ് അന്ന് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് 10ാം ക്ലാസ് പാസ്സായതിന് ശേഷം ഞാൻ വീണ്ടും തിരുവനന്തപുരത്തേക്ക് പഠിത്തം പുനഃസ്ഥാപിച്ചു. തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ആർട്സ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. ആ കോളേജിൽ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് എം കൃഷ്ണൻ നായർ സാറിനെയാണ്. കൃഷ്ണൻ നായർ സാർ ഞങ്ങളെ മലയാളം അധ്യാപകനായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ മരുതൻകുഴിയിലുള്ള വീട്ടിൽ പലപ്പോഴും പോയിട്ടുണ്ട്, പല ദിവസങ്ങളിലും പോയിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്, ഭക്ഷണം തന്നിട്ടുണ്ട്, വണ്ടിക്കൂലി ഉൾപ്പെടെ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആളായിരുന്നു കൃഷ്ണൻ നായർ സാറ്. അങ്ങനെ പ്രീ ഡിഗ്രി അവിടെ പഠിച്ച സമയത്ത് എനിക്ക് ഞാൻ ചെറുതായിട്ടൊക്കെ എഴുതുമായിരുന്നു. ഒരു 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 കൗമാരപ്രായത്തിൽ എല്ലാവരും കവികളാണെന്ന് പറഞ്ഞതുപോലെ ഞാനും അത്തരം ഒരു ഇടത്തരം ഒരു ബാലകവിയായിരുന്നു. അപ്പോൾ തുളസിത്തറ ഞാൻ ധരിച്ചിരിക്കുന്ന ഈ കവി എന്നൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തം പേരിൽ എഴുതരുത്, തുലിയാനാമത്തിൽ എഴുതണം. തുലിയാനാമത്തിൽ എഴുതാൻ അത്ര വലിയ ആളൊന്നുമല്ല, എങ്കിലും അങ്ങനെ ഒരു വിവരക്കേട് കൊണ്ട് തുളസിത്തറ എന്ന തുലിയാനാമത്തിലാണ് ഞാൻ കവിതയൊക്കെ എഴുതിയത്. അങ്ങനെ കുറേയൊക്കെ കോളേജ് മാഗസിനിൽ ഒക്കെ അച്ചടിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മയ്യനാടുകാരനായൊരു ശ്രീനിവാസൻ സാർ, കേരളകൗമുദി ഫാമിലിയുമായി ബന്ധപ്പെട്ട ഒരാളാണ് ശ്രീനിവാസൻ സാറ്. അദ്ദേഹം ഈ സി കേശവൻ്റെയൊക്കെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം അവിടെ കോളേജ് അധ്യാപകനായിരുന്നു. അദ്ദേഹമായിരുന്നു ടീച്ചർ, ഞങ്ങളുടെ ഗൈഡ്. അദ്ദേഹം കോളേജ് മാഗസിനിൽ എൻ്റെ പടം കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ വെച്ചൂച്ചിറ മധു, കവി, ലേഖകൻ, വാഗ്മി എന്നൊരു ക്യാപ്ഷൻ കൊടുത്തു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കവി, ലേഖകൻ, വാഗ്മി. ഞാൻ കവിയൊന്നുമല്ല, വാസ്തവത്തിൽ ഈ മുറി കവിതയൊക്കെ എഴുതുന്ന ഒരു വളരെ ഒരു ബാലകവി. പിന്നെ ലേഖകൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഞാൻ ലേഖകനുമായിട്ടില്ല. പിന്നെ വാഗ്മി, ഞാൻ അത്യാവശ്യം പ്രസംഗിക്കുകയൊക്കെ ചെയ്യാറുന്ന കാര്യം. ജില്ലാ യുവജനോത്സവത്തിൽ പ്രസംഗത്തിന് 1ാം സ്ഥാനം കിട്ടിയത് അതിൻ്റെ ഒരു കെയർ ഓഫ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്നെക്കുറിച്ച് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നെ അങ്ങനെ പരിചയപ്പെടുത്തിയ ആ സാറ് ഈ നമ്മുടെ മയ്യനാടുകാരനായ ശ്രീനിവാസൻ സാറാണ്. അപ്പോൾ എൻ്റെ പത്രത്തിൽ അങ്ങനെ കോളേജ് മാഗസിനിൽ ഒരു പേജിൽ എൻ്റെ പടത്തിൻ്റെ അടിയിൽ കവി, ലേഖകൻ, വാഗ്മി എന്നൊരു ക്യാപ്ഷൻ അച്ചടിച്ചു വന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ പ്രചോദനമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആർട്സ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ യങ് റൈറ്റേഴ്സ് ക്യാമ്പ് എന്ന് പറയുന്നൊരു കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ സംഘടിപ്പിച്ച യങ് റൈറ്റേഴ്സ് ക്യാമ്പ്, അത് നെയ്യാർ ഡാമിൽ വെച്ചായിരുന്നു. ആ നെയ്യാർ ഡാമിൽ വെച്ച് നടന്ന യങ് റൈറ്റേഴ്സ് ക്യാമ്പിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. അന്ന് എനിക്കൊന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ മറ്റോ ആണെന്ന് തോന്നുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാൻ. അതിൽ പങ്കെടുത്തു. ഒരുപാട് സാഹിത്യകാരന്മാരെയൊക്കെ പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഡിഗ്രിക്ക് ചേർന്നത്. അവിടെ ONV സാറ് ഞങ്ങളുടെ അധ്യാപകനായിരുന്നു. എൻ്റെ സബ്ജക്റ്റ് ഐച്ഛിക വിഷയം എക്കണോമിക്സ് ആയിരുന്നു. പക്ഷേ ഞങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ONV സാർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള സാറ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നു. നബീസ ഉമ്മാൾ ടീച്ചർ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നു. തിരുനെല്ലൂർ കരുണാകരൻ സാറ് ഞങ്ങളുടെ സാറായിരുന്നു. അവരൊക്കെ മലയാളം പഠിപ്പിച്ചവരാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ വളരെ അറിയപ്പെടുന്ന പ്രതിഭാശാലികളായിട്ടുള്ള കവികളുടെയും അങ്ങനെയുള്ളവരുടെയും ഒരു ശിക്ഷണത്തിൽ പഠിക്കാനുള്ളൊരവസരം യൂണിവേഴ്സിറ്റി കോളേജിൽ എനിക്ക് ലഭിച്ചു. യൂണിവേഴ്സിറ്റി കോളേജിലെ പഠനത്തിന് ശേഷം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് ചേർന്നത് കാര്യവട്ടത്താണ്, യൂണിവേഴ്സിറ്റി സെൻറ്റർ കാര്യവട്ടം. അവിടെ ഞാൻ പൊളിറ്റിക്സ് ആണ് ഐച്ഛിക വിഷയമായിട്ടെടുത്ത് MAക്ക് ചേർന്നത്. അവിടെ അന്ന് VK സുകുമാരൻ നായർ, പിന്നീട് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ VK സുകുമാരൻ നായർ സാറായിരുന്നു ഞങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ പൊളിറ്റിക്സ് പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു സ്ഥലമാണ് കാര്യവട്ടം. അതൊരു ശാന്തിനികേതൻ പോലെയുള്ള ഒരു പശ്ചാത്തലമുള്ള ഒരു അന്തരീക്ഷമാണ്. അവിടെ ഞാൻ MA കഴിഞ്ഞു. MAക്ക് എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു. MAക്ക് 3ാം റാങ്കാണ്. എനിക്ക് ഫസ്റ്റ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും 3ാം റാങ്കും എനിക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചാളൊരു PSC പരീക്ഷയൊക്കെ നേരത്തെ എഴുതിയതിൻ്റെ എന്തൊരു റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കുറച്ചാൾ ഒരു ഗവൺമെൻറ് സർവീസിൽ ചെറിയൊരു ജോലി കിട്ടി. കുറച്ചാൾ അത് ജോലിയുമായിട്ടൊക്കെ നടന്നു. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഞാൻ അപ്പോൾ ജോലി ചെയ്യുമ്പോഴും ഞാൻ പറയുമായിരുന്നു എൻ്റെ അംബീഷൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ ആകുക എന്നതാണ്. അത് പല നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുമൊക്കെ പറയുമായിരുന്നു, നിങ്ങൾക്ക് പറ്റിയ പണി ഇതല്ല, നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ജോലിയായിരിക്കും നിങ്ങൾക്ക് പറ്റിയതെന്ന് പറഞ്ഞു. അങ്ങനെ 81-ൽ മാതൃഭൂമിയിൽ പത്രപ്രവർത്തകരെ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം കണ്ടു. ആ പരസ്യം അനുസരിച്ച് അപേക്ഷിച്ചു. അങ്ങനെ എറണാകുളത്ത് വെച്ചായിരുന്നു മാതൃഭൂമിയിൽ എഡിറ്റോറിയൽ ട്രെയിനീസ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എഡിറ്റോറിയൽ ട്രെയിനീസിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ റിട്ടേൺ ടെസ്റ്റിൽ ഞാൻ പങ്കെടുത്തു എറണാകുളത്ത്.
അത് കഴിഞ്ഞ് അതിന് എനിക്ക് സെലക്ഷൻ കിട്ടി. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ അതും അവിടെ വെച്ചായിരുന്നു. വി പി രാമചന്ദ്രൻ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ പത്രാധിപരായിരുന്നു അന്ന് ഞങ്ങളുടെ പത്രാധിപർ. അന്ന് മാനേജ്മെൻറ്റിൻ്റെ അധികാരം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്ന സമയമാണ്. അങ്ങനെ എനിക്ക് 81 അവസാനം മാതൃഭൂമിയിൽ എഡിറ്റോറിയൽ ട്രെയിനിയായി ജോലി ലഭിക്കുകയാണ്. വളരെ സന്തോഷം. അപ്പം വീരേന്ദ്രകുമാർ സാറിൻ്റെയൊക്കെ ഞാൻ അതിന് മുമ്പ് എനിക്ക് പരിചയമൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് ഈ പ്രസംഗം പണ്ടേ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് എവിടെ പ്രസംഗം ഉണ്ടെങ്കിലും ഞാൻ കേൾക്കാൻ പോകും. സുകുമാർ അഴീക്കോട് മുതൽ അതുപോലെ വീരേന്ദ്രകുമാർ സാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രസംഗം ഞാൻ കേൾക്കാൻ പോകും. അങ്ങനെ വലിയുള്ള ജംഗ്ഷനിൽ ഒരിക്കൽ വീരേന്ദ്രകുമാർ സാർ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയി അദ്ദേഹത്തിൻ്റെ ആരാധകനായി മാറിയ ആളാണ്. അപ്പോൾ പിന്നീട് എനിക്ക് മാതൃഭൂമിയിൽ ജോലി കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെയാണ് നിയമന ഉത്തരവ്, അദ്ദേഹത്തിൻ്റെയാണ്. എം പി വീരേന്ദ്രകുമാറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡറാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ വീരേന്ദ്രകുമാർ സാറിൻ്റെ ഒരു പത്രസ്ഥാപനത്തിൽ എനിക്ക് ജോലി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ ഒരു അനുഭവമായി ഞാൻ കരുതുകയും വളരെ സന്തോഷത്തോടു കൂടി ആ ജോലിയിൽ ജോയിൻ ചെയ്യുകയും എനിക്കങ്ങനെ എറണാകുളം എഡിഷനിലാണ് 82 ജനുവരി ആദ്യം മാതൃഭൂമിയിൽ എഡിറ്റോറിയൽ ട്രെയിനിയായിട്ട് ജോലി ലഭിച്ചത്. അപ്പം ആദ്യം ഡെസ്കിലും എനിക്കൊന്നും അറിയില്ല, കാരണം പത്രപ്രവർത്തനമൊന്നും പഠിച്ചിട്ടില്ല. പത്രപ്രവർത്തനമൊക്കെ ഇങ്ങനെ പുറമേയുള്ള അറിവല്ലാതെ പത്രപ്രവർത്തനം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ആരോ പറഞ്ഞതുപോലെ കമ്പി കയറിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ ആളുകൾ കമ്പി തേടി പോയി പുറത്ത് പോയി ഒരു കമ്പി മുറിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞു കേട്ടതുപോലെ ഞാനും അങ്ങനെയൊക്കെ ആ ഒരു ജ്ഞാനമേ ഉള്ളൂ. എങ്കിലും അവിടെ വിജയശങ്കരനെ പോലെയൊക്കെയുള്ള വലിയ മഹാന്മാർ, അതുപോലെ ഉത്തമക്കുറുപ്പനെ പോലെയുള്ള അധ്യാപകർ, അവരൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സീനിയേഴ്സ്. അവരൊക്കെ വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തരുമായിരുന്നു. അങ്ങനെ അവിടെ എഡിറ്റോറിയൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഡെസ്കിലെ ജോലിയാണ്. ട്രാൻസ്ലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഒരുവിധം നന്നായിട്ടൊക്കെ ചെയ്തു. പക്ഷേ അപ്പോഴും എനിക്ക് താല്പര്യം റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ആരും പറയാത്ത കാര്യങ്ങൾ, ഞാൻ പിന്നെ എറണാകുളത്തൊക്കെ എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കുമ്പോൾ ആരും റിപ്പോർട്ട് ചെയ്യാൻ പോകാത്ത പരിപാടികൾ ഞാൻ സ്വമേധയാ പോയി റിപ്പോർട്ട് ചെയ്യും. ഇപ്പം അങ്ങനെ സ്വാമി രംഗനാഥാനന്ദ സ്വാമി ഒരിക്കൽ അവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ അന്നത്തെ ബ്യൂറോ ചീഫ് NN സത്യേട്ടൻ എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്നൊക്കെ കേരളത്തിലെ പത്രപ്രവർത്തകരുടെ മുഴുവൻ വളരെ ആരാധ്യനായ NN സത്യേട്ടൻ എന്നെ ആ പരിപാടിക്ക് അയച്ചു. അങ്ങനെ സ്വാമി രംഗനാഥാനന്ദ സ്വാമിയുടെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യണം. ഞാൻ ഒരുപക്ഷെ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് സ്വാമി രംഗനാഥാനന്ദയുടെ പ്രസംഗമാണ്. അത് റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ രംഗനാഥാനന്ദ സ്വാമി അന്നത്തെ പത്രാധിപർ VPRനെ വിളിച്ചിട്ട്, ഇതാരാണ് എൻ്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? അത് ഞങ്ങളുടെ ഒരു കൊച്ചു പയ്യനാണെന്ന് പറഞ്ഞു. അത് ശരി, എന്നാൽ പയ്യനോട് ഇന്ന് കാലടിയിൽ എൻ്റെ ഒരു പ്രഭാഷണമുണ്ട്, അത് റിപ്പോർട്ട് ചെയ്യാനും ആ പയ്യനെ അയക്കണമെന്ന് അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ അത് എനിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹത്തെ പോലെ ഒരാൾ, രംഗനാഥാനന്ദ സ്വാമിയെ പോലെയുള്ള ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു ആചാര്യൻ, ഒരു ആത്മീയ ആചാര്യൻ എന്നെപ്പോലെ ഒരാളിൻ്റെ റിപ്പോർട്ടിങ്ങിന് അയക്കണമെന്ന് പറഞ്ഞ് എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ആ പരിപാടിക്ക് ഞാൻ പോയി. അങ്ങനെ പല കാര്യങ്ങളും, ഞാൻ ശരിക്കും ഡെസ്കിലാണ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ പോലും റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളിലും ഞാൻ തന്നെ സ്വമേധയാ പിന്നെ മുൻകൈയെടുത്ത് പോവുകയും അതൊക്കെ പത്രത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ് പീരീഡിൽ തന്നെ ഞാൻ എൻ്റെ ആദ്യമായിട്ട് എഴുതിയ എൻ്റെ നാടിനെ കുറിച്ചാണ്. വെച്ചൂച്ചിറ എന്ന് പറഞ്ഞാൽ പമ്പാ നദിക്കരയിലാണെന്ന് ഞാൻ പറഞ്ഞു. പമ്പാ നദിയിൽ പെരുന്തേനരുവി എന്നൊരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടം ഒരു കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടമാണെങ്കിൽ അങ്ങനെ ഒരു പബ്ലിസിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. കാരണം അന്ന് പത്തനംതിട്ട, അന്ന് കൊല്ലം ജില്ലയുടെ ഭാഗമാണ്. ആ നിലയിൽ ആ വലിയ സൗന്ദര്യ ഭൂമിയാണെങ്കിലും അങ്ങ് അതിനൊരു വലിയ പബ്ലിസിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ആ പെരുന്തേനരുവിയെക്കുറിച്ചാണ് ശബരിമലയുടെ താഴ്വരയിൽ ഒരു സൗന്ദര്യ തീർത്ഥം എന്ന ഹെഡിങ്ങിൽ, അത് മാതൃഭൂമിയുടെ സൺഡേ സപ്ലിമെൻറ്റിൽ, അന്ന് VPR ഒക്കെ എന്നെ വലിയ പ്രോത്സാഹിപ്പിച്ച ആളാണ്. ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അത് മാതൃഭൂമിയുടെ സൺഡേ സപ്ലിമെൻ്റ് അയച്ചു കൊടുത്തു. ആ സൺഡേ സപ്ലിമെൻറ്റിൽ ശബരിമലയുടെ താഴ്വരയിൽ ഒരു സൗന്ദര്യ തീർത്ഥം വെച്ചൂച്ചിറ മധു എന്ന് പറയുന്ന ആ ആർട്ടിക്കിളാണ് എൻ്റെ ബൈലൈനിൽ വരുന്ന ആദ്യത്തെ പീസ്. അത് വന്ന് വാസ്തവത്തിൽ ഈ തിരുവനന്തപുരം പോലുള്ള ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത് കണ്ടിട്ട്, ഈ ഫീച്ചർ കണ്ടിട്ട് ഒരുപാട് പേര് ആ സ്ഥലം അന്വേഷിച്ച് അവിടെ വരികയുണ്ടായി. വെച്ചൂച്ചിറ വന്നിട്ട് ബസ് ഇറങ്ങി അല്ലെങ്കിൽ ജീപ്പ് പിടിച്ചൊക്കെ അവിടെ പലരും അവിടെ വരികയൊക്കെ ഉണ്ട്. അങ്ങനെ ആ പ്രദേശത്തിന് പിന്നെ ഒരു പിക്നിക് സ്പോട്ടിന് വലിയൊരു പബ്ലിസിറ്റി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഏതാണ്ട് ആ സമയത്തൊക്കെയാണ് വാസ്തവത്തിൽ നമ്മുടെ ഒരു കേരളത്തിലെ കമ്മ്യൂണൽ ഹാർമണി ആകെ മോശമായി ഒരു സമയമാണ്. നിലയ്ക്കൽ ഇഷ്യൂയൊക്കെ വന്നിട്ടില്ല, എന്നാലും ആ രീതിയിൽ കേരളത്തിലെ ഒരു സാമൂഹിക അന്തരീക്ഷം മുഴുവൻ കലുഷിതമായി കൊണ്ടിരുന്നൊരു കാലത്ത് അപ്പോഴാണ് ഞാൻ എൻ്റെ അടുത്ത പ്രദേശം, വെച്ചൂച്ചിറ കഴിഞ്ഞാൽ അടുത്ത പഞ്ചായത്ത് എരുമേലിയാണ്. എരുമേലി എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയും ഞങ്ങൾ കൊല്ലം ജില്ലക്കാരുമാണ്. അപ്പോൾ എരുമേലിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഇങ്ങനെ ഒരു കമ്മ്യൂണൽ ഹാർമണിക്ക് ഒരു ഉദാഹരണം വേറെ ഉണ്ടാവില്ല. ശബരിമലയിൽ പോകുന്ന ഭക്തന്മാർ,
അവർ എരുമേലി പള്ളി പേട്ടതുള്ളി വാവരുടെ പള്ളിയിൽ പോയി അവിടുന്ന് പ്രസാദം വാങ്ങിയിട്ട് അവിടുന്ന് വലിയ അമ്പലത്തിലേക്ക് പോകുന്ന സ്വാമി തിന്തക്കത്തോം അയ്യപ്പ തിന്തക്കത്തോം എന്ന് പറഞ്ഞ പേട്ടതുള്ളി പാട്ടുപാടി പോകുന്ന അയ്യപ്പന്മാർ, അത് വാസ്തവത്തിൽ അന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ, അന്നത്തെ ഒരു കേരളത്തിലെ ഒരു സാമൂഹ്യ അവസ്ഥയിൽ അതിന് ഒരു ചെറിയൊരു മാറ്റമെങ്കിലും വരുത്താൻ കഴിയുമെങ്കിൽ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പേട്ടതുള്ളിനെ എരുമേലിപ്പേട്ട എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഞാൻ എഴുതി. അതും മാതൃഭൂമിയുടെ സൺഡേ സപ്ലിമെൻറ്റിൽ അതേക്കുറിച്ചും വളരെ മനോഹരമായി ചിത്രം ഉൾപ്പെടെ വന്നു. അതാണ് ട്രെയിനിങ് പീരീഡിലൊക്കെയാണ് ഞാനിത് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ തുടർന്ന് എന്നെക്കൊണ്ടൊക്കുന്ന വേറൊരു സംഗതി, വളരെ രസകരമായൊരു സംഗതി, അന്ന് 82-ലെ വരൾച്ച, വളരെ ONV സാറിനെ കൊണ്ട് ഭൂമിക്കൊരു ചരമഗീതം എഴുതിച്ച, കവിത എഴുതിച്ച ആ വേനൽക്കാലത്ത് ഞങ്ങളുടെ പ്രദേശം പമ്പാ നദിക്കരയിലൊക്കെ ആണെങ്കിലും അവിടെയും വെള്ളത്തിന് വലിയ ക്ഷാമമുള്ള സ്ഥലമാണ്. അവിടെ ഒരു സ്ത്രീ വെള്ളം സൂക്ഷിക്കാൻ, എന്താണ്, കുടിവെള്ളം കക്കാതിരിക്കാനും പാട് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഞാൻ കൊടുത്തു. ഒരു താറ എന്നുള്ളത് സാറാമ്മ എന്നാണ് അവർ താറാന്നൊക്കെ നാടൻ ഭാഷയിൽ വിളിക്കുന്നത്. ഈ സാറാ ചേർത്തി അവരുടെ ഒരു ചെറിയ കിണറുണ്ട് അവരുടെ വീടിനോട് ചേർന്നാണ്. ആ കിണർ നല്ലപോലെ നല്ലവണ്ണം വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിന് വലിയ ഡിമാൻഡാണ്. അപ്പം രാത്രിയും പകലൊന്നും ഇല്ലാതെ, വ്യത്യാസമില്ലാതെ ആൾക്കാർ വന്ന് ഈ വെള്ളം മോഷ്ടിച്ചുകൊണ്ട് പോകും. വെള്ളം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന പണ്ടൊന്നും വെള്ളത്തിന് വലിയ വിലയുള്ള കാലമായിരുന്നില്ല. പക്ഷേ ഈ വേനൽക്കാലമായപ്പോൾ ഈ വരൾച്ച 82-ലെ വരൾച്ച വന്നപ്പോഴത്തേന് വെള്ളം വലിയൊരു കിട്ടാക്കനിയായി മാറിയ സമയത്ത് ഈ വെള്ളം വലിയൊരു അസുലഭ വസ്തുവായിട്ട് മാറി. അപ്പോൾ ചേട്ടത്തി പിന്നെ വെള്ളം സംരക്ഷിക്കാൻ, വെള്ളം ആരും മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ചെയ്ത പരിപാടി, രാത്രി കാലങ്ങളിൽ അവർ ഈ കിണറ്റിന് മുകളിൽ പലക നിരത്തിയിട്ട് ആ പലകയുടെ പുറത്ത് അവർ ഉറക്കം ആരംഭിച്ചു. ആരും പിന്നെ വെള്ളം മോഷ്ടിക്കാൻ പറ്റത്തില്ലല്ലോ, കാര്യം ചേട്ടത്തി എൻ്റെ പുറത്ത് കിടക്കുകയാണല്ലോ. അപ്പോൾ കുടിവെള്ളം കക്കാതിരിക്കാനും പാട് എന്ന് പറഞ്ഞൊരു ഫീച്ചർ സാറാമ്മ ചേട്ടത്തിയെക്കുറിച്ച് ഞാൻ എഴുതിയതിപ്പോൾ ഞാൻ ഓർക്കുകയാണ്. അതും ഒരു സംഗതി, ഒരു വലിയ ഒരു ചെറിയൊരു പ്രാദേശിക വാർത്തയാണ്. പക്ഷേ എങ്കിലും അതിൻ്റെ അന്നത്തെ ഒരു പ്രാധാന്യം കൊണ്ട് അത് മാതൃഭൂമിയുടെ എല്ലാ എഡിഷനിലും 1-ാം പേജിൽ വന്നു എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി, വാസ്തവത്തിൽ എൻ്റെ ജോലിയൊന്നും അല്ല ഇത്. കാരണം പക്ഷേ എങ്കിലും എനിക്ക് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് ആണെന്നാണ് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നത്. പത്രപ്രവർത്തനം പറഞ്ഞാൽ ഡെസ്ക്ലേ പണിയല്ല, ഡെസ്ക്ലേ പണി മോശമെന്ന് ഞാൻ പറയുകയല്ല, ഞാൻ ആ പണിയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് ആണെന്നാണ് എൻ്റെ ഒരു പക്ഷം അന്നും ഇന്നും. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടിങ്ങിന് എവിടെയെല്ലാം അവസരം കിട്ടുമോ ആ അവസരങ്ങളെല്ലാം ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എന്നെ ഏൽപ്പിക്കാത്തതുമായ പല കാര്യങ്ങളും ഞാൻ മാതൃഭൂമിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതായാലും 2 വർഷം കഴിഞ്ഞപ്പം കൃത്യം 2 വർഷം കഴിഞ്ഞ ദിവസം എനിക്ക് കൺഫർമേഷൻ കിട്ടി. എന്നെ അവിടെ തന്നെ സബ് എഡിറ്ററായിട്ട് നിയമിച്ചു, കൊച്ചിയിൽ തന്നെ നിയമിച്ചു. അങ്ങനെ കൊച്ചിയിൽ കുറേ നാൾ പിന്നെ ജോലി ചെയ്തു. അങ്ങനെ ജോലി ചെയ്ത സമയത്ത് ഒരു മാസത്തെ ഡെപ്യൂട്ടേഷനിൽ എന്നെ കോട്ടയത്തേക്ക് സ്ഥലം മാറ്റി. കോട്ടയത്തെ ലേഖൻ അവധിയെടുത്തപ്പോൾ പകരം എന്നെ, അത് മധുസൂദനൻ നായരായിരുന്നു അവിടുത്തെ ലേഖൻ, അദ്ദേഹം അവധിയെടുത്തപ്പം പകരം എന്നെ അവിടെ കോട്ടയം ലേഖനായിട്ട് നിയമിച്ചു. അങ്ങനെ അവിടെ കോട്ടയത്ത് പോയപ്പോഴാണ് ഞാൻ ഈ കുമ്മനം രാജശേഖരനൊക്കെ ആയിട്ട് പരിചയപ്പെട്ടത്. അദ്ദേഹം ഒന്ന് ഈ നിലയ്ക്കൽ പ്രശ്നവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന സമയമാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അവിടെ നമ്മൾ ശബരിമലയുടെ അടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ ഞങ്ങളൊരു പരിപാടിക്ക് പോകുന്നുണ്ട്. സ്വാമി തൃശ്ശൂരിലെ ഒരു സ്വാമിയാണ്, അദ്ദേഹം കൂടി വരുന്നുണ്ട്. ആ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ മധുവിന് പറ്റുമെങ്കിൽ അത് വലിയ നന്നായിരിക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രാജശേഖരൻ്റെ കൂടെ അല്ല, ഞാനല്ലാതെ തന്നെ ഒറ്റയ്ക്കാണ് പോയത്. അവർ വേറെ പോയി. അവിടെ പോയിട്ട് എന്താ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല, ശബരിമലയുടെ ഒരു അടിവാരമായിട്ട് വരും. അവിടെ ഒരു ആദിവാസി കോളനിയിൽ ഓണക്കാലമാണ്. അപ്പോൾ ഓണത്തിന് പിന്നെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അവിടെ ആദിവാസികൾക്കും ഓണത്തിന് എലി തന്നെ ഭക്ഷണം എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൊടുത്തു. കാര്യം ആദിവാസികളെല്ലാം പിന്നെ ഈ പാവപ്പെട്ട ആദിവാസികൾ ഈ എലിയെ ചുട്ടു തിന്നുകയാണ്, വേറെ അവർക്ക് ആഹാരമൊന്നുമില്ല. ആ വാർത്ത വലിയ കോളിലൊക്കെ ഉണ്ടാക്കി. അവിടെ കോട്ടയം കളക്ടറും എല്ലാം കൂടി അവിടെ പോയി അരിയും പലവ്യഞ്ജനവും സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ പോയി. പിന്നെ അവർക്കെല്ലാം നല്ല ഭക്ഷണവും കാര്യവും വലിയ ട്രീറ്റ്മെൻറ്റും ഒക്കെ കിട്ടിയ കാര്യവും ഞാൻ ഓർക്കുകയാണ്. അത് കഴിഞ്ഞ് കോട്ടയത്ത് തന്നെ തിരിച്ചു വന്നു. കോട്ടയത്ത് തിരിച്ചു വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം രാവിലെ ഡെസ്കിൽ നിന്ന് എന്നെ വിളിച്ച് പറയുകയാണ്, ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റു, ഉടൻ ഇവിടെ വരണം. ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റ് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കന്ന് അതിൻ്റെ മനസ്സിലായില്ലെങ്കിൽ പോലും ഞാൻ അപ്പം തന്നെ എൻ്റെ ഡ്യൂട്ടി ആരംഭിക്കുന്ന 3 മണിക്കാണെങ്കിൽ പോലും ഞാൻ രാവിലെ ഒരു 11 മണിയായപ്പോൾ ഓഫീസിൽ ചെന്നു. അപ്പോഴാണ് അറിയുന്നത് ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റു, വളരെ സീരിയസ് ആണ് എന്ന്. അപ്പം നമുക്കപ്പോൾ തീരുമാനിച്ചു. മാതൃഭൂമി സാധാരണഗതി അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ അന്ന് ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റ് 1984 ഒക്ടോബർ 31 അന്ന് വൈകുന്നേരം മാതൃഭൂമിയുടെ ഒരു സായാഹ്ന പതിപ്പിറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മാതൃഭൂമിയുടെ കൊച്ചിയിലെ
എഡിഷനിൽ എല്ലാ എഡിഷനിലും ഇറക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും കൊച്ചി എഡിഷനിലൊരു സായാഹ്ന പതിപ്പിറക്കാൻ, ആ സായാഹ്ന പതിപ്പിറക്കുന്നതിൻ്റെ ഒരു മുഖ്യ ചുമതലക്കാരൻ ഞാനായിരുന്നു. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ വധം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ എന്താ, എപ്പോഴും ടെൽ പ്രിൻ്റർ അന്ന് ടെൽ പ്രിൻ്ററിൻ്റെ കാലമാണല്ലോ. ടെൽ പ്രിൻ്ററിൽ ഇങ്ങനെ വാർത്ത വന്നുകൊണ്ട് ദ വേഴ്സ്റ്റ് ഈസ് ഫിയേർഡ് എന്നാണ്. ദ വേഴ്സ്റ്റ് ഈസ് ഫിയേർഡ്, ഏറ്റവും മോശപ്പെട്ടത് ഭയപ്പെടുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി മരിച്ചു എന്നർത്ഥം. അതിനിടയ്ക്ക് BBC-യിൽ ഇന്ദിരാഗാന്ധി മരിച്ചതായിട്ട് വാർത്ത വന്നു. പിന്നെ വാർത്ത തിരുത്തി. ആക്ച്വലി വാസ്തവത്തിൽ വെടിയേറ്റപ്പോഴേ ഇന്ദിരാഗാന്ധി മരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഏതായാലും അതിൻ്റെ വിവരങ്ങളും അതുപോലെ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പല ആളുകൾ പല കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അതുപോലുള്ള നേതാക്കന്മാരുമായിട്ടുള്ള അഭിമുഖം. ഇപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നത് പോൾ പി മാണിയാണ്. പോൾ പി മാണി അച്യുതമേനോൻ മന്ത്രിസഭയിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം ഇന്ദിരാഗാന്ധിയോടൊപ്പം ഒരു യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി കേരളത്തിലെ ഇലക്ഷൻ പ്രചരണത്തിന് വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കൂടെ പോയ ആളാണ് പോൾ പി മാണി. അപ്പോൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് കോന്നി ഭാഗത്താണ് അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ ഒപ്പം പോയത്. ആ ഭാഗത്ത് ഇന്ദിരാഗാന്ധി അനുഗമിച്ചുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെല്ലാം കൂടി ചേർന്ന ഒരു ഇൻ്റർവ്യൂ തയ്യാറാക്കി. അങ്ങനെ ഒരു സാധനം അത് ഞാൻ തയ്യാറാക്കിയത് ഞാൻ ഓർക്കുന്ന അതുകൊണ്ടാണ്. പിന്നെ അവസാനം ഒരു മണിയൊക്കെ ആയപ്പോഴത്തേന് ഇന്ദിരാഗാന്ധി മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്തു. പിന്നെ അപ്പോൾ അതിൻ്റെ വാർത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്ത് ഒന്നാന്തരം ഒരു സായാഹ്ന പതിപ്പിറക്കാൻ അന്ന് കഴിഞ്ഞു. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം 2 മഹാസംഭവങ്ങളുണ്ടായ ദിവസമാണ് അന്ന്. ഇന്ദിരാഗാന്ധി മരിക്കുന്നു, മകൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നു. അമ്മ മരിക്കുന്നു, മകൻ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കാൻ. ഇന്ത്യ ചരിത്രത്തിലെ തന്നെ 2 വലിയ സംഭവങ്ങൾ ഉണ്ടായത്. ഈ 2 സംഭവങ്ങളും കൂടി ഒരു പത്രത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സായാഹ്ന പത്രം ഇറക്കാൻ കഴിഞ്ഞു. പിന്നെ പത്രം അടുത്ത ദിവസത്തെ പത്രം വളരെ ഗംഭീരമായിട്ട് പിന്നെ ഇറക്കി. അതിന് ചെറിയ റോളൊക്കെ എനിക്കുള്ളൂ. പക്ഷേ ഈ സായാഹ്ന പതിപ്പിറക്കുന്നതിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഒന്നുണ്ടായിരുന്നു. അങ്ങനെ 84 ആ സംഭവം കഴിഞ്ഞു. അങ്ങനെ 85 ആയപ്പോഴേക്ക് പത്രപ്രവർത്തകരെ മൊത്തത്തിൽ ഒരു മാറ്റമൊക്കെ വേണ്ട. മാതൃഭൂമിയുടെ മാനേജ്മെൻറ്റ് തലത്തിലും കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. പത്രാധിപരായിട്ട് MD നാലപ്പാട് വരികയാണ്, മോനു നാലപ്പാട്. അപ്പോൾ ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ എനിക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു സ്ഥലം മാറ്റം കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, യു വിൽ ബി ഇൻ കൊല്ലം, യു ആർ ദ ഫിറ്റ് പേഴ്സൺ ഫോർ കൊല്ലം, യു വിൽ ബി ദെയർ ഫോർ അറ്റ്ലീസ്റ്റ് 10 to 15 years. 10 മുതൽ 15 വർഷം വരെ നിങ്ങൾ കൊല്ലം ലേഖകനായിരിക്കും. ഞാൻ സാർ എനിക്ക് കൊല്ലത്ത് ഒരു പരിചയവും ഇല്ല, എനിക്ക് ആരെയും അറിയത്തില്ല, എനിക്ക് തിരുവനന്തപുരമായിരുന്നു വേണം. അതായത് തിരുവനന്തപുരം തരുന്ന പ്രശ്നമില്ല, നിങ്ങൾക്ക് കൊല്ലമാണ്. അങ്ങനെയാണ് 84 ഏപ്രിൽ മാസത്തിൽ എന്നെ മാതൃഭൂമിയുടെ കൊല്ലം ലേഖകനായി നിയമിക്കുന്നത്. എനിക്കൊരു പരിചയമുള്ള സ്ഥലമല്ല. ഞാൻ ഈ വെച്ചൂച്ചിറ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ 1-2 പ്രാവശ്യം കൊല്ലം വഴി പോയിട്ടുണ്ട്. അത് തോന്നയ്ക്കൽ കണ്ട കാഴ്ച എന്ന് പറയുന്ന കുമാരനാശാനെക്കുറിച്ച് ജോസഫ് മുണ്ടശ്ശേരി എഴുതിയ പാഠം ഞാൻ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിച്ചിട്ടുണ്ട്. ആ പാഠം പഠിച്ചത് മുതൽ എനിക്ക് തോന്നയ്ക്കൽ കാണാൻ ആഗ്രഹം. അപ്പം തോന്നയ്ക്കൽ പോകണമെങ്കിൽ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രാൻസ്പോർട്ട് ബസ്സിൽ ഞങ്ങൾ അവിടെ ഇറങ്ങി എന്നാണ് ആ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ ജോസഫ് മുണ്ടശ്ശേരി പറയുന്നത്. ആറ്റിങ്ങൽ നിന്ന് കുറേ കൂടി പോയിട്ടൊരു ദിക്കിൽ ഇറങ്ങേണ്ടിടത്താണ് ഇറങ്ങിയതെന്ന് കൂടെയുള്ളവർ പറഞ്ഞപ്പോഴാണ് സ്ഥലം തോന്നയ്ക്കലാണെന്ന് മനസ്സിലായുള്ളൂ എന്നും അദ്ദേഹം മുണ്ടശ്ശേരി മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നത്. ആ ലേഖനമാണ് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ 1-2 പ്രാവശ്യം കൊല്ലത്ത് വന്ന് ഓർമ്മയല്ലാതെ എനിക്ക് കൊല്ലത്തെക്കുറിച്ച് ഒന്നും അറിയില്ല, ആരെയും അറിയില്ല. അങ്ങനെ ഞാൻ ഒരു പരിചയമില്ലാതെ കൊല്ലത്ത് വരികയാണ് 84 ഏപ്രിൽ 8. അങ്ങനെ കൊല്ലത്ത് വന്നു. ഞാൻ കൊല്ലത്ത് വന്ന ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ഇപ്പോഴത്തെ പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ ആനന്ദ ബോസ് കൊല്ലം കളക്ടറായിട്ട് വരുന്നത്. ഞാൻ 8ാം തീയതി വന്നു, അദ്ദേഹം 10ാം തീയതിയോ 11ാം തീയതിയോ കൊല്ലം കളക്ടറായിട്ട് വന്നു. ആനന്ദ ബോസിനെ എനിക്ക് ടെലിഫോണിലൂടെ പരിചയമുണ്ട്. അദ്ദേഹം ഈ ഗ്രാമോത്സവത്തിൻ്റെ ആളാണ്. കേരളത്തിൽ ഗ്രാമോത്സവം തുടങ്ങി വെച്ച അദ്ദേഹം പാലാ സബ് കളക്ടറായിരുന്ന സമയത്താണ് ഗ്രാമോത്സവം തുടങ്ങിയത്. അപ്പം ഈ എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഈ എന്താ പറയുക, വികസനോന്മുഖ പത്രപ്രവർത്തനം എന്നൊക്കെ പറയുന്ന പോലെ, ഡെവലപ്മെൻറ്റൽ ജേർണലിസം എന്ന് പറയുന്നത് പോലെ എനിക്ക് അന്ന് പോലെ ഒരു താല്പര്യമുള്ള വിഷയമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആനന്ദ ബോസിനെ പരിചയമില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ടെലിഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കൊരു ദിവസം കാണാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മാതൃഭൂമിയുടെ കൊല്ലം ലേഖനതിൻ്റെ തൊട്ടു പിന്നാലെ ആനന്ദ ബോസ് കൊല്ലം കളക്ടറായിട്ട് വരുന്നത്. ആ ബന്ധം ഞങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്, അത് വേറെ കാര്യം. ആനന്ദ ബോസ് ഇവിടെ ഞാൻ ആനന്ദ ബോസ് വന്നതുകൊണ്ടൊന്നുമല്ല, ഞാനൊരു സ്റ്റോറി ചെയ്തു. അത് ഈ കുണ്ടറയുള്ള ഒരു അമ്മിലിയോസ് എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളി, അമ്മിലിയോസ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ അജ്ഞാത രോഗം വന്ന് മരിച്ചു. പിന്നെ 2 മക്കളുണ്ട്, ഇനാക്കോസ് ഗ്രേസിക്കുട്ടി, ഇങ്ങനെ 2 മക്കൾ ജീവിച്ചിരിപ്പുണ്ട്. ഈ കുട്ടികൾക്കും അജ്ഞാത രോഗമാണ്. എന്താണ് രോഗമെന്നറിയില്ല. ഈ കുട്ടികൾ മരിക്കാൻ പോവുകയാണ്.
അപ്പോൾ ഇവരെക്കുറിച്ച് പടം ഉൾപ്പെടെ ഞാനൊരു ഫീച്ചർ മാതൃഭൂമിയുടെ 1-ാം പേജിൽ കൊടുത്തു. അപ്പോൾ ആനന്ദബോസിന് എന്നോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല, എങ്കിലും എന്നെ ടെലിഫോണിലൂടെയുള്ള പരിചയവും ബന്ധമൊക്കെ ഉണ്ട്. ആനന്ദബോസ് വലിയ താല്പര്യപൂർവ്വം അത് വായിച്ചിട്ട് അവിടേക്ക് DMO അയച്ചു, അവിടെ അലോപ്പതി ഡോക്ടർമാരെ അയച്ചു, ആയുർവേദ ഡോക്ടർമാരെ അയച്ചു. അപ്പോൾ ആയുർവേദക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന് ഒരു മരുന്നുണ്ട്, അവർക്ക് മരുന്ന് കൊടുക്കാം. അപ്പോൾ അത് ആനന്ദബോസ് വേണ്ട ചെയ്തോളാൻ പറഞ്ഞു. 300 രൂപ വീതം, അന്നത്തെ കാലത്ത് 85-ലാണെന്ന് ഓർക്കണം, 85-ൽ 2 കുട്ടികൾക്കും ഓരോരുത്തർക്കും 300 രൂപ വീതം പെൻഷനും അനുവദിച്ചു. അമ്മലിയോസിൻ്റെ മക്കൾക്ക് പെൻഷൻ അനുവദിച്ചു. അപ്പം മനുഷ്യപ്പറ്റുള്ളൊരു കളക്ടർ കൊല്ലത്ത് വന്നു എന്നൊരു തോന്നൽ പൊതുജനങ്ങൾക്ക് പൊതുവേ ഉണ്ടായി. അങ്ങനെയാണ് ആനന്ദബോസ് പിന്നീട് ഈ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഫയൽ ടു ഫീൽഡ്, ഫയലിൽ നിന്ന് ഓയിലിലേക്ക് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രാമോത്സവത്തിന് പുറമേ അദ്ദേഹം ഒരുപാട് ഇന്നൊവേറ്റീവായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, പരീക്ഷണങ്ങൾ, പിന്നെ ഭരണരംഗത്തെ പരീക്ഷണങ്ങൾ അദ്ദേഹം ഇവിടെ നടത്തി. അതൊക്കെ അതിൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. ശരിയായ ഒരു എന്താ പറയുക പേനയോടുകൂടി എന്താ പറയുക പേനയുടെ സമരമുഖവുമായി എന്ന് പറഞ്ഞതുപോലെ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ആനന്ദബോസുമായിട്ട് വളരെ നല്ല വ്യക്തിബന്ധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ എൻ്റെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട്, ആനന്ദബോസിനെ ഞാൻ വല്ലാതെ ബൂസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പരാതികൾ പോയിട്ടുണ്ട്. നമ്മുടെ പരാതി അയക്കുന്നതിൽ ഒരു മിടുക്കന്മാരാണ് കൊല്ലംകാർ. പ്രത്യേകിച്ച് ഊമക്കത്ത്, അത് മാതൃഭൂമിയുടെ ഹെഡ് ഓഫീസിലും മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടർക്കും എല്ലാവർക്കും ഊമക്കത്താണ്. അതുകൊണ്ട് ബേബി ജോൺ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് പറഞ്ഞു നമ്മൾ കൊല്ലംകാർ ഊമക്കത്തിൽ വിദഗ്ധന്മാരാണ്. നമ്മളെ കഴിഞ്ഞേ ഉള്ളൂ പറയും ഊമക്കത്ത് അയക്കാൻ വേറെ ഏത് നാട്ടുകാരും എന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അംഗീകൃതമായൊരു സത്യമാണ്. അപ്പോൾ ഏതായാലും ആനന്ദബോസുമായിട്ട് നല്ല വ്യക്തിബന്ധമായിരുന്നു. നല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അദ്ദേഹം 3 വർഷം ഇവിടെ ജില്ലാ കളക്ടറായിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ഇവിടെ ഈ ഫയൽ ടു ഫീൽഡ് മാത്രമല്ല, പിന്നെ അദ്ദേഹത്തിൻ്റെ നിർമ്മിതി കേന്ദ്രം ഉൾപ്പെടെ, പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം കിട്ടിയ നിർമ്മിതി കേന്ദ്രം, അതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുതിയ പദ്ധതികൾ ആരംഭിച്ചത്, തുടക്കം കുറിച്ചതും കൊല്ലത്താണ്. ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മളൊക്കെ ഒരുമിച്ച് അദ്ദേഹവുമായിട്ട് നല്ല സഹകരണം. കൊല്ലം അമിറ്റി സെലിബ്രേഷൻ എന്ന് പറയുന്ന പുതുവത്സരാഘോഷ പരിപാടി, അങ്ങനെ അദ്ദേഹം തുടങ്ങി വെച്ച പല പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടികളൊക്കെ സഹകരിച്ചു. പക്ഷേ അന്നത്തെ എനിക്ക് ഏറ്റവും മറക്കാനാവാത്തൊരു സംഭവം, ഞാൻ വന്ന കാലത്ത് തന്നെ ഒരു ദിവസം എനിക്ക് രാവിലെ ഒരു തപാലിൽ ഒരു കാർഡ് കിട്ടി, പോസ്റ്റ് കാർഡ്. 6 പൈസയാണ് അന്ന് പോസ്റ്റ് കാർഡിൻ്റെ വില. 6 പൈസ വിലയുള്ളൊരു പോസ്റ്റ് കാർഡിൽ ഒരു കത്ത് വന്നിരിക്കുകയാണ്. കത്ത് വായിച്ച് നോക്കിയപ്പോൾ അത് എഴുതിയിരിക്കുന്ന വളരെ രസകരമാണ്. പ്രിയപ്പെട്ട സാർ, കല്ലട ഡാം ചോരുന്നു. എനിക്കൊറ്റയ്ക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. സാർ ഉടൻ ഇവിടെ വരണം. ഇതാണ് കത്തിൽ എഴുതിയിരിക്കുന്നതിൽ. എമ്പോദരംപിള്ള എന്ന് പറയുന്ന മാതൃഭൂമിയുടെ ഇടമൺ, അല്ലെങ്കിൽ ഇടമൺ എന്ന് പറയുന്ന തെന്മല ഉൾപ്പെടുന്ന ആ സ്ഥലത്തിൻ്റെ ഏജൻ്റാണ്. ഇത് എഴുതിയിരിക്കുന്നത് തെന്മല ഡാം ചോരുന്നു, സാർ ഉടൻ ഇവിടെ വരണം. ഞാൻ പറയാം ഞാൻ എഞ്ചിനീയറൊന്നുമല്ല, അപ്പോൾ എന്തോ ഇങ്ങനെ ധരിച്ചിരിക്കുന്നത് ഞാൻ വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ അത്ഭുതം സംഭവിക്കുമെന്നാണ്. ഏതായാലും ഒരു ഏജൻറ്റിൻ്റെ കത്ത് അങ്ങനെ തള്ളിക്കളയാൻ പാടില്ല എന്നെനിക്ക് വലിയ താല്പര്യം തോന്നി. കാര്യം ഒരു ഏജൻ്റ് അദ്ദേഹത്തിൻ്റെ പ്രിലിമിനറി സോഴ്സാണ് നമ്മുടെ വാർത്തയുടെ. അപ്പോൾ ഞാനപ്പോൾ തന്നെ, നമുക്കന്ന് മാതൃഭൂമിക്ക് കൊല്ലത്ത് ഫോട്ടോഗ്രാഫറില്ല, ആരുമില്ല. അപ്പം ഞാൻ ഒന്ന് പരിചയപ്പെട്ട ഒരാളാണ് ഈ കൊല്ലം മോഹൻ. അദ്ദേഹം അറിയാം, നാനായുടെയൊക്കെ ഫോട്ടോഗ്രാഫറാണ്. പക്ഷേ ഇടയ്ക്ക് മാതൃഭൂമിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഒന്ന് പടം എടുത്ത് തരുമായിരുന്നു. അപ്പോൾ കൊല്ലം മോഹനെ വിളിച്ചുകൊണ്ട് ഞാനും മോഹനും കൂടി ഒരു ബസ്സിൽ, അന്ന് കാറൊന്നും പിടിച്ച് പോകാത്തൊക്കെ വേണമെങ്കിൽ മാതൃഭൂമിക്ക് അന്ന് പോകാമായിരുന്നു, പക്ഷേ ഞാൻ കാറിലൊന്നും പോയില്ല. ഞാൻ ഒരു ബസ്സിൽ കൊല്ലം KSRTC സ്റ്റാൻഡിൽ നിന്ന് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കയറി പുനലൂർ ഇറങ്ങി. പുനലൂരിൽ നിന്ന് വേറൊരു ബസ്സിൽ കയറി ഇടമണ്ണിലാണെങ്കിൽ ഇയാളുടെ ഏജൻറ്റിൻ്റെ വീട് ഇടമണ്ണിലിറങ്ങി. അപ്പോൾ അവിടുന്ന് ഉച്ചയായപ്പോൾ വീട്ടിൽ നാടൻ ഭക്ഷണം ചോറ് അവിടുന്ന് കഴിച്ചു. ഞാൻ മോഹനും അവിടുന്ന് കഴിച്ചു. എന്നിട്ട് ഈ ലംബോദരം പിള്ള ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് തെന്മല ഡാം സൈറ്റിലേക്ക് പോയി. തെന്മല ഡാം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് 10 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേന് ഫോട്ടോഗ്രാഫറെയൊക്കെ കണ്ടപ്പോഴത്തേന് അവിടുത്തെ വാച്ചർമാർ ഞങ്ങളെ കടത്തി വിട്ടില്ല, ഇതിലെ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ ലംബോദരം പിള്ള അവിടുത്തെ എല്ലാ ഊടുവഴികളും അറിയാവുന്ന ആളാണ്. ലംബോദരം പിള്ള സാറേ ഇതിലേ നമുക്ക് പോകാമെന്ന് പറഞ്ഞു വേറൊരു വഴി കൂടെ പോയി. അവിടെ കൂടെ സൂക്ഷം ഡാമിൻ്റെ മുമ്പിൽ എന്നെയും കൊല്ലം മോനെ എത്തിച്ചു. അപ്പോൾ നോക്കിയപ്പോഴാണ് തെന്മല ഡാം എന്ന് പറഞ്ഞാൽ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ഈ തെന്മല ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രോജക്റ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇടുക്കിയാണെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രോജക്റ്റ് ഈ കല്ലടയാണ്. കല്ലടയെന്ന് പറഞ്ഞാൽ കല്ലടയല്ല, തെന്മലയാണ് അതിൻ്റെ സൈറ്റ്. 2-3 നദികൾ കൂടി ഒഴുകി വരുന്ന വെള്ളം അവിടെ തടഞ്ഞു നിർത്തി
ആ ഡാം കെട്ടി ആ ഡാമിൽ നിന്നുള്ള വെള്ളം വലതുകര ഇടതുകര കനാലുകളിലൂടെ കൊല്ലം, തിരുവനന്തപുരം, ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒഴുക്കുന്ന സ്കീമിനെയാണ് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് അല്ലെങ്കിൽ KIP എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡാമാണ് ചോരുന്നത്. ആ ഡാം ചോരുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. കല്ലട ഡാം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡാം ചോരുന്ന വാർത്ത വരാൻ പോകുന്നത്. അപ്പം ഞാനത് മുഴുവൻ അവിടെ നിന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ വിവരങ്ങൾ അറിയണമല്ലോ. നമുക്ക് ലേമാൻസ് ആംഗിളിലേ അറിയുള്ളൂ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണമല്ലോ. അങ്ങനെ ഞങ്ങൾ KIPയുടെ ഓഫീസിൽ പോയി. അപ്പോൾ മുരുകേശൻ എന്ന് പറയുന്നൊരു എഞ്ചിനീയറാണ് അവിടുത്തെ ചുമതലയുള്ള എഞ്ചിനീയർ. എന്തെങ്കിലും തോന്നുന്നു അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, തിരുവനന്തപുരംകാരനാണ്. അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നിർദോഷമായ കള്ളം പറയാം പത്രക്കാർക്ക്. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ദോഷമില്ലാത്ത കള്ളം പറയുന്നതിന് തെറ്റില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ധാർമ്മികത. അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ടൂറിസ്റ്റുകളാണ്. അപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ തെന്മല ഡാമൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി, അങ്ങനെ വന്നതാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴും ഇവിടെ എന്തോ ഡാം പിന്നെ എന്തോ ചോർച്ചയുണ്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു. അപ്പോൾ അതേക്കുറിച്ചൊന്ന് മനസ്സിലാക്കാനാണ് വന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഒന്നും പറയണ്ട. പുള്ളി പറയുകയാണ് ഒന്നും പറയണ്ട, ഈ ആരോടാണ് സംസാരിക്കുന്നത് അറിയാതെ പുള്ളി അറിയാതെ പറഞ്ഞ ടൂറിസ്റ്റുകളാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പത്രക്കാരാന്ന് പറഞ്ഞെങ്കിൽ ഒരിക്കലും പുള്ളി പറയുമായിരുന്നില്ല. ഭയങ്കര ചോർച്ചയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അത്ര ചോർച്ചയെന്ന് പറഞ്ഞാൽ. അപ്പോൾ പുള്ളി ഇങ്ങനെ എൻ്റെ കണക്കൊക്കെ പറഞ്ഞു. ഒരു മേസണറി ഡാമിൽ കൂടി എന്തുമാത്രം സീപ്പേജ് അല്ലെങ്കിൽ ചോർച്ച ഉണ്ടാകാം, അനുവദനീയമായ ചോർച്ച എത്രയാണ്, ഇവിടെ യഥാർത്ഥത്തിൽ ചോർച്ച എത്രയാണ്, എൻ്റെ കണക്ക് മുഴുവൻ അദ്ദേഹം പറഞ്ഞു. അതൊക്കെ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ സംശയിക്കുമല്ലോ ഇത് എൻ്റെ പരിപാടി വേറെയാണെന്ന്. അതുകൊണ്ട് അതൊക്കെ മനസ്സിൽ കുറിച്ചിട്ട് പിന്നൊരു വലിയ ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം പറഞ്ഞു. ഈ ഡാമിനകത്തൊരു ഇൻസ്പെക്ഷൻ ഗാലറി ഉണ്ട്, അതിനകത്ത് ഇതിലും വലിയ ചോർച്ചയാണ്. അതിനെനിക്കറിയാൻ പറ്റാത്തൊരു കാര്യമാണ്, പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു തന്നതാണ്. ഏതാ ഡാമിനകത്ത് ഇൻസ്പെക്ഷൻ ഗാലറിക്കകത്ത് സങ്കല്പിക്കാൻ കഴിയാത്ത ചോർച്ചയാണ്. അതും നോട്ട് ചെയ്തു. എല്ലാം നോട്ട് ചെയ്തിട്ട് രാത്രി 12 മണിക്ക് ബസ്സിലാണല്ലോ പോയത്, കാറൊന്നുമില്ല. രാത്രി 12 മണിക്ക് അവിടെ നിന്നുള്ള ഒരു ചെങ്കോട്ടയിൽ നിന്നുള്ളൊരു ബസ്സിൽ കയറി, ലാസ്റ്റ് ബസ്സാണ് കൊല്ലത്തിന്. ആ ബസ്സിൽ കയറി 2 മണി ആയപ്പോഴത്തേനെ കൊല്ലത്തെത്തി. അപ്പോൾ പിന്നെ അന്ന് വാർത്ത കൊടുക്കാനൊന്നും പറ്റത്തില്ല. പിറ്റേന്ന് ഞാൻ പത്രാധിപർ MD നാലപ്പാടിനെ വിളിച്ചു പറഞ്ഞു, ന്യൂസ് എഡിറ്റർ ഗോപി പഴയന്നൂരിനെ വിളിച്ചു പറഞ്ഞു, അത്യാവശ്യം ആൾക്കാരെ എല്ലാം വിളിച്ചു പറഞ്ഞു ഇങ്ങനെ തെന്മല ഡാം ചോരുന്നുണ്ട്, അതിൻ്റെ സ്ഥിതി ഞാനെക്കുറിച്ച് റിപ്പോർട്ടും ഫോട്ടോ ഉൾപ്പെടെ അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി നന്നായിട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം നല്ല പ്രോത്സാഹനം തരുന്നൊരു പത്രാധിപരായിരുന്നു ഈ MD നാലപ്പാട്. അങ്ങനെ പിറ്റേ ദിവസം കല്ലട ഡാം ചോരുന്നു. ബാനർ ഹെഡിങ്ങാണ്, 8 കോളം. 8 കോളം എന്ന് പറഞ്ഞാൽ 9 കോളം ഇല്ലാത്തതുകൊണ്ടാണ് 8 കോളം ആക്കിയത്. പത്രത്തിൻ്റെ 8 കോളം നീണ്ട വലിയ ഗംഭീരമായ ഹെഡിങ്, മാതൃഭൂമിയുടെ ഓൾ എഡിഷൻ. ഒന്ന് കല്ലട ഡാം ചോരുന്നു, വെച്ചൂച്ചിറ മധു ബൈലൈൻ. വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്തൊരു സംഭവമാണ്. ആ വാർത്ത വന്ന സമയത്ത് നിയമസഭ കൂടുന്ന സമയമാണ്. അന്ന് നിയമസഭയിൽ ഈ കല്ലട ഉൾപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്നത് പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ ജോർജ് എന്ന് പറയുന്ന MLA ഇത് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമായി ഈ പത്രം ഉൾപ്പെടെ നിയമസഭയിൽ ഹാജരാക്കി. അന്ന് MP ഗംഗാധരനായിരുന്നു ഇറിഗേഷൻ മിനിസ്റ്റർ, K കരുണാകരൻ മുഖ്യമന്ത്രിയാണ്. അവരെന്തൊക്കെയൊക്കെ മുട്ടിന്യായങ്ങളൊക്കെ പറഞ്ഞ് നിന്നെങ്കിലും വിട്ടില്ല. ഈ വാർത്ത വന്ന ദിവസം അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന EK നായനാർ നേരിട്ട് തെന്മല ഡാമിൽ എത്തി ഈ ചോർച്ചയും മറ്റു കാര്യങ്ങളും അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കി. അടുത്ത ദിവസം അദ്ദേഹം വീണ്ടും വേറൊരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. പ്രതിപക്ഷം കൊണ്ടിളകി. ഒരു ജുഡീഷ്യൽ എൻക്വയറി കൊണ്ട് മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ MP ഗംഗാധരൻ കല്ലട ഡാം ചോരുന്നു എന്നത് ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് ഓർഡർ ചെയ്തു. കരുണാകരൻ മന്ത്രിസഭ, MP ഗംഗാധരൻ മന്ത്രിയാണ്. അങ്ങനെ കല്ലട ഡാം ചോരുന്നു എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് വാസ്തവത്തിൽ ഒരു പത്ര റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാർത്ത കൊടുത്തേച്ച് പിന്നെ വീട്ടിലിരുന്ന് അടുത്ത ദിവസം ഉറങ്ങുക എന്ന് പറയുന്ന പരിപാടിയല്ല. ഒരു 100 റിപ്പോർട്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കല്ലട ഡാം ചോരുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ 100 ഫോളോ അപ്പ് സ്റ്റോറികളെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയുമല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂനിന്മേൽ കുരു എന്ന പോലെ ഇടമലയാർ ഡാം ചോരുന്നു എന്ന് പറയുന്ന വേറൊരു റിപ്പോർട്ട് എറണാകുളം ജില്ലയിൽ നിന്ന് വന്നത്. ഇടമലയാർ ഡാം ചോരുന്നു എന്ന് പറഞ്ഞാൽ ഇടമലയാർ ഡാം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ഡാമാണ്. അവിടെ വേണ്ടത്ര കമ്പിയും സിമൻറ്റും ഇവിടെ അതൊക്കെ തന്നെയാണ് കാരണം ഉപയോഗിക്കാത്തത് കൊണ്ട് ഡാം ചോരാനിടയായി. അപ്പോൾ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ, കല്ലട ഡാം ചോരുന്നു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ജുഡീഷ്യൽ എൻക്വയറി ഓർഡർ ചെയ്തപ്പോൾ അന്നത്തെ ഹൈക്കോടതിയിലെ ജസ്റ്റിസായിരുന്ന K സുകുമാരനെ അന്വേഷണ കമ്മീഷണറായിട്ട് നിയമിച്ചു. അദ്ദേഹത്തെ തന്നെ
ഇടമലയാർ ഡാം ചോരുന്ന ആ അന്വേഷണ കമ്മീഷൻ്റെ ജഡ്ജിയായിട്ടും അദ്ദേഹത്തെ തന്നെ നിയമിച്ചു. അപ്പോൾ എനിക്ക് 3 ദിവസമാണ് ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നത്. ഈ കല്ലട ഡാം ചോരുന്നു എന്നുള്ളതിൻ്റെ മുഴുവൻ വിവരങ്ങൾ, അറിയാവുന്ന മുഴുവൻ വിവരങ്ങളും പത്രവാർത്തകളും പത്ര റിപ്പോർട്ടുകളും എല്ലാമായിട്ട് അവിടെ ഹാജരാകാൻ പറഞ്ഞു. ഞാൻ 3 ദിവസം ഹൈക്കോടതിയിൽ ഹാജരായി. ജസ്റ്റിസ് സുകുമാരൻ കമ്മീഷൻ്റെ മുമ്പിൽ ഹാജരായി. വാസ്തവത്തിൽ ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ആൻ ഓണസ്റ്റ് യൂത്ത് ഫ്രം കൊല്ലം എന്നാണ് അദ്ദേഹം എന്നെ വിശേഷിപ്പിച്ചത്. കൊല്ലത്തു നിന്നുള്ള സത്യസന്ധനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു ജേർണലിസ്റ്റ് ആണ് ഇത് പുറത്തു കൊണ്ടുവന്നതെന്ന് ആ കല്ലട ഡാം ചോർച്ചയെക്കുറിച്ചുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി സൂപ്രണ്ടിങ് എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്തു, ഒരുപാട് ശിക്ഷാ നടപടികളെടുത്തു. പിന്നെ ഈ ചോർച്ച അടയ്ക്കാനുള്ള പ്ലഗ് ചെയ്യുക, ഗണ്ണൈറ്റ് ചെയ്യുക, ഇതൊക്കെ സാങ്കേതിക പദങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഗൺ വെച്ച് അടിക്കുന്നത് പോലെ സിമൻറ്റ് സുഷിരങ്ങളിൽ സ്പ്രേ ചെയ്യുന്നതിനെയാണ് ഗണ്ണൈറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള പല നടപടികളും സ്വീകരിച്ചു. അങ്ങനെ ആ ചോർച്ച ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ആ സംഭവം ആ ജുഡീഷ്യൽ എൻക്വയറിക്ക് ഓർഡർ ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിലെ അവസാനത്തെ ഒരു ജുഡീഷ്യൽ എൻക്വയറി അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഈ ഇത്തരം അന്വേഷണങ്ങൾക്ക് സിറ്റിംഗ് ജഡ്ജിമാരെ കിട്ടാതായി. ഇപ്പോൾ സിറ്റിംഗ് ജഡ്ജിമാരല്ല, റിട്ടയർഡ് ജഡ്ജിമാരെ നിയമിക്കാറുള്ളൂ. പക്ഷേ അവസാനത്തെ ഒരു സിറ്റിംഗ് ജഡ്ജി എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് കെ സുകുമാരനാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ നിരവധി റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം. ഞാൻ പിന്നെയും ഇവിടുന്ന് കൊല്ലത്തുനിന്ന് തെന്മല വരെ പോകാൻ 70 കിലോമീറ്ററുണ്ട്. തിരുവനന്തപുരത്തുനിന്ന് കൊല്ലത്ത് വരുന്ന ദൂരമുണ്ട്. അങ്ങനെ ഞാൻ അന്ന് ബസ്സിലാണ് പോകുന്നതല്ല, കാർ വിളിച്ചൊന്നുമല്ല. ബസ്സിൽ പോയി, രാവിലെ ഇവിടെ പോയി. അവിടെ ഒരു NC പിള്ള എന്ന് പറഞ്ഞൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരാളുണ്ടായിരുന്നു, പ്രായമായ മനുഷ്യൻ. അന്ന് തന്നെ 90 വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം 95-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭക്ഷണമൊക്കെ തരും. അപ്പോൾ അവിടെ പോയി, അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും ഒക്കെ നല്ല ധാരണയുള്ള ആളാണ്. അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ സഹായമൊക്കെ ഉണ്ടായിരുന്നു ഓരോ തവണയും. അടുത്ത തവണ ഞാൻ പോയപ്പം പിന്നെ ശ്രദ്ധിച്ചൊരു സംഗതി, ഈ കനാലുകൾ, അതായത് തോടുകൾ, ഇടതുകര വലതുകര എന്ന് പറഞ്ഞാൽ 2 തോടുകളാണുള്ളത്. ആ തോടിൻ്റെ ഭാഗമായിട്ടാണ് മണക്കാല സമദാന യജ്ഞമൊക്കെ ഉണ്ടായത്. തോട് വെട്ടാൻ കഴിയാതെ വന്നൊരു ഘട്ടത്തിൽ ആളുകൾ സമദാനമായി കുറേ തോട് വെട്ടി, അടിയന്തരാവസ്ഥ കാലത്ത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോളേജ് വിദ്യാർത്ഥികളും ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ തോടിനെക്കുറിച്ച് പഠിച്ചു. തോട് നോക്കിയപ്പോഴത്തേന് മുഴുവൻ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുക ഈ പുതിയ തോടുകൾ. അവിടെ ഈ പറഞ്ഞ പോലെ സിമൻറ്റിൻ്റെ അഭാവം എവിടെയും കാണാൻ പറ്റുമായിരുന്നു. അതൊക്കെ ഞാൻ നോട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവം അതല്ല, ഏറ്റവും വലിയ തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും 100 മുഖങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ, ഈ കനാലിന് മണ്ണെടുക്കുമ്പോൾ മണ്ണെല്ലാവർക്കും താല്പര്യമാണ്, മണ്ണെല്ലാം വലിയ ഡിമാൻഡുമാണ്. വീട് വയ്ക്കാനും മറ്റു കാര്യങ്ങൾക്ക്, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒക്കെ മണ്ണ് ആവശ്യമാണ്. അങ്ങനെ മണ്ണ് ആവശ്യമുള്ളത് കൊണ്ട് ഈ കനാൽ വെട്ടുന്ന സ്ഥലത്ത് വെച്ച് തന്നെ മണ്ണ് മറിച്ചങ്ങ് വിൽക്കും. വിറ്റിട്ട് ഇവർ ചെയ്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, കല്ലട പ്രോജക്റ്റിൻ്റെ കണക്ക് പ്രകാരം ഈ മണ്ണുകൾ, അതായത് ഈ ഇടതുകര വലതുകര കനാൽ വെട്ടുന്നതിന് വേണ്ടി വെട്ടിയ മണ്ണ് കൊണ്ട് നിക്ഷേപിക്കാൻ ശാസ്താംകോട്ടയ്ക്കടുത്ത് മുസലിയാർ പാടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹിമാലയ പർവ്വതം പോലെ ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നു എന്നാണ് പേപ്പറിലെ കണക്ക്. മുസലിയാർ പാടത്ത് ഒരു ഹിമാലയം കാണേണ്ട സ്ഥാനത്ത് ഒരു തരി മണ്ണ് പോലും ഉണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ വെട്ടിപ്പ്. അപ്പോൾ കല്ലട ഇറിഗേഷൻ്റെ പേരിൽ നടന്ന സിമൻറ്റിൻ്റെയും കമ്പിയുടെയും മറ്റ് നിർമ്മാണ സാമഗ്രികളുടെയും അഭാവത്തിന് പുറമേ കനാലിൻ്റെ പേരിൽ നടത്തിയ ഒരു ഭീമൻ വെട്ടിപ്പ്. അതായത് അവിടെ നിന്ന് മണ്ണ് മറിച്ച് വിറ്റിട്ട് ആ മണ്ണെല്ലാം കൂടി 50 കിലോമീറ്റർ ദൂരെയുള്ള ശാസ്താംകോട്ട മുസ്ലിയാർ പാടത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്ന് വേറൊരു കള്ളക്കണക്ക് എഴുതി ലക്ഷങ്ങൾ മാറ്റിയ വേറൊരു കഥ. അതും ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൊടുത്തു. ഇങ്ങനെ അതങ്ങനെ വന്നപ്പോഴത്തേന് പിന്നെ ഇവനൊരു വലിയ ശല്യമായി എന്ന് ഇവരെല്ലാം പറയാൻ തുടങ്ങി. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ചില സുഹൃത്തുക്കളെ നമുക്ക് തന്നെ അതിനകത്ത് തന്നെ നമുക്ക് തന്നെ സുഹൃത്തുക്കളുള്ളതുകൊണ്ട് ഇവരുടെയൊക്കെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നമുക്ക് തന്നെ വിവരം കിട്ടും. അത് വേറെ കാര്യം. ഏതായാലും ഞാനൊന്നും അധൈര്യപ്പെട്ടില്ല. ഞാൻ പിന്നെയും എഴുതി. അങ്ങനെ അവസാനം ആ ഡാം സുരക്ഷിതമാകുന്നതുവരെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. വാസ്തവത്തിൽ അത് എഴുതിയൊരു വലിയ മഹാകാര്യമായിട്ടൊന്നും അവകാശപ്പെടുന്നില്ലെങ്കിലും അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ ഒരു 4 ജില്ലകളെങ്കിലും പ്രളയത്തിൽ മുങ്ങുമായിരുന്നു. കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, ഈ 4 ജില്ലകൾ പിന്നീട് ഈ കല്ലട ഡാം ചോർച്ച തടഞ്ഞില്ലായിരുന്നെങ്കിൽ, ചോർച്ച നിർത്തിയില്ലായിരുന്നെങ്കിൽ
വാസ്തവത്തിൽ വലിയ അപകടത്തിൽപ്പെടുമായിരുന്നു. എത്രയോ ആളുകളും മരിക്കുമായിരുന്നു. അപ്പോൾ അതൊരു പത്രപ്രവർത്തനമെന്ന് പറഞ്ഞ് സാമൂഹ്യ പ്രവർത്തനമാണെന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ ദർശനമാണ് ഞാനും ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്ക് പത്രപ്രവർത്തനം വെറും ഒരു പ്രൊഫഷൻ മാത്രമല്ല, ഇത് സാമൂഹ്യ പ്രവർത്തനമാണ്. അതിൻ്റെ ഭാഗമെന്ന നിലയിൽ എനിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു. അതിൻ്റെ പത്രപ്രവർത്തനത്തിലെ ഏറ്റവും അവിസ്മരണീയമായ അനുഭവമായി ഞാൻ കാണുന്നത് ഈ കല്ലർ ഡാം ചോരുന്നു. അത് പക്ഷേ എൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല. ക്രെഡിറ്റ് എനിക്ക് 6 പൈസയുടെ പോസ്റ്റ് കാർഡ് അയച്ച ലംബോദരൻ പിള്ള എന്ന് പറയുന്ന പാവപ്പെട്ട നിരക്ഷര കുട്ടിയായ പള്ളിക്കുളത്തിൽ പോകാത്ത പത്ര ഏജൻറ്റിനോടാണ്. പത്ര ഏജൻറ്റന്മാരെ നിസ്സാരന്മാരായി നമ്മൾ ഒരിക്കലും കാണരുത്. അവരാണ് വാസ്തവത്തിൽ പ്രാഥമികമായ നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് ഈ പത്ര ഏജൻറ്റന്മാരാണ്. അവരെ വാസ്തവത്തിൽ നമ്മളെ പൂജിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഞാൻ പൂജിച്ച ഒരാളാണ് ശ്രീ ലംബോദരൻ പിള്ള. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ലംബോദരൻ പിള്ളയ്ക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എത്രയോ സംഭവങ്ങൾ ഉണ്ട്. 85 ഈ കല്ലറ ഡാമുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ എത്രയോ അനവധി സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ പിന്നെ ഒരിക്കലും മറക്കാനാവാത്ത മറ്റൊരു റിപ്പോർട്ടെന്ന് പറയുന്നത് പെരുമൺ ദുരന്തമാണ്. പെരുമൺ ദുരന്തം 1988 ജനുവരി 8 ആണ് ആ സംഭവം. എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ബാലപ്പണിക്ക് സാർ എന്ന് പറയുന്ന ഞങ്ങളെ മലയാളം പഠിപ്പിച്ച ബാലപ്പണിക്ക് സാറ് അന്ന് കൊല്ലം DD ആണ്, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അദ്ദേഹം എന്നെ വിളിച്ച് ചോദിച്ചു, മോനെ, കുഞ്ഞേന്നാണ് വിളിച്ചത്, കുഞ്ഞേ എന്താ ഈ റോഡിലാണ്, അതായത് ഈ കൊല്ലം അഞ്ചാലമ്മൂട് റോഡിലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് ആംബുലൻസുകളും മറ്റ് വാഹനങ്ങളും ഒക്കെ ഇങ്ങനെ ഓൺ അടിച്ചിങ്ങനെ പോകുന്നു, എന്താ എന്തെങ്കിലും അപകടം വല്ലതും ഉണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ വലിയ മോശമായിപ്പോയി, ഞാൻ അറിഞ്ഞിരുന്നില്ല, എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സാർ ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ അടുത്ത് വിളിക്കുന്നത് സുധീശനാണ്, വീക്ഷണത്തിൻ്റെ ലേഖനം. അപ്പോൾ വാസ്തവത്തിൽ മാതൃഭൂമി ലേഖനം കിട്ടാത്ത വിവരം വീക്ഷണ ലേഖനം കിട്ടിയെന്നുള്ളതാണ് അവിടെ മറ്റൊരു കാര്യം. അദ്ദേഹം പറഞ്ഞു, മൺട്രോത്തുരുത്തിൽ ഒരു ട്രെയിൻ മറിഞ്ഞിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ടില്ല, മൺട്രോത്തുരുത്തിൽ ഒരു ട്രെയിൻ മറിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സുധീശ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ സ്പെഷ്യൽ ബ്രാഞ്ച് വിളിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, മൺട്രോത്തുരുത്തിൽ ട്രെയിൻ മറിഞ്ഞു. മൺട്രോത്തുരുത്തല്ല, ആ സ്ഥലത്തിൻ്റെ പേര് പെരുമണ്ണാണ്. മൺട്രോത്തുരത്തിനും പെരുന്നാറിനും ഇടയ്ക്കാണ് ഈ സ്ഥലം, പെരുമൺ. അവിടെ ട്രെയിൻ മറിഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്, കുറിച്ചൊരു ഐഡിയയും ഇല്ല. ഞാൻ ഉടനെ ഒരു ഫോട്ടോഗ്രാഫർ, അന്നും ഫോട്ടോഗ്രാഫർ നമുക്ക് തിരുവനന്തപുരത്തേ ഉള്ളൂ, ഉടനെ വരും പോകുന്നതിന് മുമ്പ് ഞാൻ തിരുവനന്തപുരം ന്യൂസ് എഡിറ്ററെയൊക്കെ വിവരം വിളിച്ചറിയിച്ചിട്ട് ഞാനും ഫോട്ടോഗ്രാഫർ നമ്മുടെ ഫോട്ടോ ലാൻഡിലെ സുരേന്ദ്രനുമായി ആ സ്ഥലത്തേക്ക് പോയി. നമ്മൾ ചെല്ലുമ്പോഴത്തേന് ട്രെയിനിൽ നിന്ന് ആൾക്കാരെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സ്ഥലത്ത് ചെല്ലാൻ പറ്റിയത്. 12:56 ഈ സംഭവം നടന്നത്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ 1:30 മണി കഴിഞ്ഞു. അവിടെ നോക്കുമ്പോൾ അന്നത്തെ കൊല്ലം SP, അദ്ദേഹം പിന്നീട് DGP ആയി, TP സെൻകുമാറാണ്. TP സെൻകുമാർ ഒരു പയ്യൻ ഞാൻ ആദ്യം കാണുക. അദ്ദേഹം ഇടയ്ക്കാണ് അദ്ദേഹത്തെ അവിടെ പോസ്റ്റ് ചെയ്തത് കൊല്ലത്ത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ട്രെയിനിൽ നിന്ന് ആൾക്കാരെ എടുത്തുകൊണ്ട് വരുന്നു. ഇങ്ങനെ പിന്നെ ഒരുപാട് ഡെഡ് ബോഡികൾ കൊണ്ടുപോയിട്ടുണ്ട്. അതെല്ലാം ജില്ലാ ആശുപത്രിയുടെ വരാന്തയിൽ കിടത്തിയിരിക്കുകയാണെന്ന് പിന്നെ അറിഞ്ഞു. രക്ഷാപ്രവർത്തനം നടക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ അവർ രക്ഷാദൂതന്മാരായി, അവർ പിന്നെയും ദൈവദൂതന്മാരെ പോലെ പലപ്പോഴും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. അവരുടെ മത്സ്യത്തൊഴിലാളികളുടെ രക്ഷാപ്രവർത്തനം അതൊക്കെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ സഹപ്രവർത്തനായിരുന്ന തേവള്ളി ശ്രീകണ്ഠൻ, അദ്ദേഹം പിന്നെ മാതൃഭൂമിയുടെ ന്യൂസ് എഡിറ്ററായ ആളാണ്, അദ്ദേഹത്തോട് ഞാൻ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കയറ്റിയിട്ട് ഞാൻ പെരുവണ്ണിൽ തന്നെ വളരെ സമയം ചിലവഴിച്ചു. അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്തു. അതുമായിക്കെല്ലാം ഞാൻ വരികയാണ്. വാസ്തവത്തിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കേണ്ട സമയത്താണ് ഈ വിവരം അറിഞ്ഞത്. നേരെ അങ്ങോട്ട് പോയി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ വാർത്തയെല്ലാം ഫയൽ ചെയ്ത് ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയത് രാത്രി 10 മണിക്കാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കൈ കഴുകാൻ തുടങ്ങിയ സമയത്താണ് വിവരം അറിഞ്ഞ് ഞാൻ അപകട സ്ഥലത്തേക്ക് പോയത്. അത് കഴിഞ്ഞ് പക്ഷേ പിന്നീട് വാർത്തയെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഞാൻ പിന്നെ ഭക്ഷണം കഴിച്ചത് രാത്രി 10 മണിക്കാണ്. എന്നാലും എനിക്ക് അതിനകത്തൊരു സങ്കടവും വിഷമമൊന്നുമില്ല. അങ്ങനെ പെരുമൺ ദുരന്തം റിപ്പോർട്ട് ചെയ്തു. വാസ്തവത്തിൽ അത് കേരളത്തിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് കൊല്ലംകാരെ, പ്രത്യേകിച്ച് പെരുമൺ നിവാസികളെ വിഡ്ഢികളാക്കുന്ന ഒരു അന്വേഷണ കമ്മീഷൻ, സൂര്യനാരായണ എന്ന് പറയുന്ന റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടൊർണാഡോ, ചുഴലിക്കൊടുങ്കാറ്റ് ചുഴറ്റി എറിഞ്ഞു. ബാംഗ്ലൂരിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്ന ഐലൻഡ് എക്സ്പ്രസ്സിനെ ചുഴറ്റി എറിഞ്ഞു എന്നുള്ള റിപ്പോർട്ടാണ് കൊണ്ടത്. വാസ്തവത്തിൽ ഞാൻ അവിടെ പോയി ആൾക്കാരോടൊക്കെ ചോദിച്ചു,
അവിടെ ചുഴലിക്കൊടുങ്കാറ്റ് പോയിട്ട് ഒരു കരിയിലക്കാറ്റ് പോലും അവിടെ അടിച്ചിരുന്നില്ല. വെറുതെ റെയിൽവേയെ രക്ഷിക്കാൻ വേണ്ടി ഇവന്മാരുണ്ടാക്കിയ കള്ളക്കഥയാണ് ഈ ടൊർണാഡോ അല്ലെങ്കിൽ ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ കഥ. അതുമായി ബന്ധപ്പെട്ട എത്രയോ സംഭവങ്ങളുണ്ടായി. ഇവന്മാർ കാണിച്ച കൊള്ളരുതായ്മ ഈ റെയിൽവേ കാണിച്ചത്. എത്ര പേര് 105 പേരാണ് മരിച്ചത്. 105 പേര് മരിച്ചു. 1000-ഓളം പേർക്ക് പരിക്കേറ്റു. 105 പേര് മരിച്ചതിൽ 10-20 പേർ വിദ്യാർത്ഥികളും ഒക്കെയാണ്. ആ വിദ്യാർത്ഥികൾക്ക് ജോലിയൊന്നുമില്ല. വിദ്യാർത്ഥികൾക്ക് എന്താ ജോലി? പക്ഷേ റെയിൽവേയുടെ ഒരു നിയമം അനുസരിച്ച് ഈ ഇപ്പോഴങ്ങനെ അല്ലെന്ന് തോന്നുന്നു, അത് മാറ്റിയെന്ന് തോന്നുന്നു. അതായത് ഒരു റെയിൽവേ ആക്സിഡൻറ്റിൽ പെട്ടാൽ ആ പെട്ട ആൾ ഒരു വരുമാനമുള്ളവനായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഈ റെയിൽവേ ആക്സിഡൻറ്റിൽ പെട്ട ആൾ വിദ്യാർത്ഥിയോ ആരും ആയിക്കോട്ടെ, അവനൊരു കപ്പലണ്ടി കച്ചവടമെങ്കിലും ഉണ്ടായിരിക്കണം, അവനൊരു വരുമാനം ഉണ്ടായിരിക്കണം. വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ അവന് കോമ്പൻസേഷൻ കിട്ടും, നഷ്ടപരിഹാരം കിട്ടത്തുള്ളൂ. ആ നിയമം അനുസരിച്ച് 20 പേർക്ക് കോമ്പൻസേഷൻ ഒരു പൈസ പോലും കിട്ടിയില്ല. അപ്പം പെരുമൺ ദുരന്തം എന്ന് പറയുന്നത് മഹാദുരന്തം. രണ്ടാമത്തെ ദുരന്തം എന്ന് പറഞ്ഞാൽ ഈ കള്ളക്കഥ എഴുതിയ രണ്ടാമത്തെ ദുരന്തം. മൂന്നാമത്തെ ദുരന്തം എന്ന് പറഞ്ഞാൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഒരു ചില്ലിക്കാശ് പോലും നഷ്ടപരിഹാരം കൊടുക്കാത്തത് മൂന്നാമത്തെ ദുരന്തം. ഇതൊക്കെ ഞാനിങ്ങനെ അക്കമിട്ട് പിന്നീട് എഴുതിയിരുന്നു. അപ്പോൾ അതാണ് പെരുമൺ ദുരന്തം റിപ്പോർട്ട് ചെയ്ത അനുഭവം. എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല അന്നത്തെ സംഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്, അത് റെയിൽവേയിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ എന്നോട് പറഞ്ഞതാണ്. ഈ ട്രെയിൻ, അതായത് ബാംഗ്ലൂരിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്ന ഐലൻഡ് എക്സ്പ്രസ് അവിടെ വരുന്നത് 1 മണിക്കാണ്. സാധാരണ സമയം 1 മണിയാണ്. പക്ഷേ അന്ന് പതിവിൽ നേരത്തെ വന്നു. 12:56 വന്നു. 5 മിനിറ്റ് നേരത്തെ ആവും, 4 മിനിറ്റ് നേരത്തെ. ഇവന്മാർ റെയിൽവേയിൽ താഴേക്കടയിലുള്ള ജീവനക്കാർ അതിൻ്റെ ഫിഷ് പ്ലേറ്റൊക്കെ ഇളക്കിയിട്ടിട്ട് അവന്മാർ അടുത്തുള്ളൊരു കള്ള് ഷാപ്പിൽ കള്ളു കുടിക്കാൻ പോയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇളക്കിയിട്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ട്രെയിൻ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. ഇവന്മാർ കള്ളു കുടിക്കാൻ പോയ സമയത്താണ് ട്രെയിൻ ഇങ്ങനെ പാഞ്ഞു വരുന്ന പറന്ന് വരുന്ന വേഗതയിൽ ട്രെയിൻ വരികയും ഈ പാളത്തിൽ നിന്ന് തെറ്റി അത് അഷ്ടമുടി കായലിൻ്റെ ഇതിലേക്ക്, മരണത്തിൻ്റെ കയത്തിലേക്ക് 12 ബോഗികൾ വീണതും അങ്ങനെയാണ്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. റെയിൽവേ ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ട് സംഭവിച്ചൊരു സംഭവമാണ്. അത് രക്ഷപ്പെടുത്താനും റെയിൽവേയുടെ മുഖം രക്ഷിക്കാനുമാണ് റെയിൽവേ വെള്ളപൂശാൻ വേണ്ടി ഇവരൊരു കള്ളക്കഥയുണ്ടാക്കി, ടൊർണാഡോ എന്ന് പറയുന്ന കള്ളക്കഥ. പിന്നെ ഒരു കമ്മീഷനെ കൂടെ വീണ്ടും വെച്ചു. കെ ആൻ്റണിയൊക്കെ വലിയ വെള്ളം ഉണ്ടാക്കിയ തുടർന്ന് ഒരു കമ്മീഷൻ വെച്ചെങ്കിൽ ആ കമ്മീഷനും ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് എൻഡോഴ്സ് ചെയ്തൊരു റിപ്പോർട്ടാണ് അവരും കൊടുത്തത്. അപ്പം ആ സമയത്ത് ഞാൻ മാതൃഭൂമിയിൽ എല്ലാ ഞായറാഴ്ചയും എനിക്കൊരു പേഴ്സണൽ കോളം ഉണ്ടായിരുന്നു. വേണാട് വിശേഷം എന്ന് പറയുന്നൊരു കോളം ഞാൻ എഴുതി. പക്ഷേ അത് ജില്ലാതലത്തിൽ മാത്രമേ വരുമായിരുന്നുള്ളൂ. പക്ഷേ ജില്ലയിൽ സ്റ്റേറ്റ് മുഴുവൻ വരേണ്ട കാര്യങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും ജില്ലാതല കോളം എന്നുള്ള നിലയ്ക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ വേണാട് വിശേഷം എന്നുള്ള കോളം ആരംഭിച്ചതും പെരുമൺ ദുരന്തത്തെ തുടർന്നാണ്. അതൊരു 12 വർഷം ഞാൻ എഴുതിയൊരു കോളമാണ്. എനിക്ക് തോന്നുന്നു കൊല്ലത്തെ ഏറ്റവും ഒരു ജനപ്രിയ കോളമായിരുന്നു എന്ന്. ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും എനിക്ക് ഫീഡ്ബാക്ക് അങ്ങനെയാണ്. പൊതുജനങ്ങളുടെയും വായനക്കാരുടെയും ഭാഗത്തു നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അങ്ങനെയാണ്. ആ കോളം എഴുതാൻ തുടങ്ങിയതും ഈ പെരുമൺ ദുരന്തത്തെ തുടർന്നാണ്. അങ്ങനെ അതിൽ അമ്പ് കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ എന്ന് പറയുന്നത് പോലെ വേണാട് വിശേഷത്തിൽ വിമർശനത്തിന് വിധേയരാകാത്തവരായി ഇവിടുത്തെ പൊതുപ്രവർത്തന രംഗത്തും അല്ലാതെ ഉള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവരെക്കുറിച്ചൊക്കെ ഒരുപാട് വിമർശിച്ചുകൊണ്ടുള്ള അനവധി ലേഖനങ്ങൾ ഞാൻ വേണാട് വിശേഷത്തിൽ എഴുതുമായിരുന്നു. അങ്ങനെ എഴുതി ഞാൻ വാസ്തവത്തിൽ ഈ പത്രപ്രവർത്തനത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ദുരന്ത ലേഖകനാണ്. അപ്പോൾ ദുരന്തം എനിക്കാണോ വായനക്കാർക്കാണോ എന്നുള്ളത് വേറൊരു കാര്യം. മറ്റൊരു ദുരന്തം ഞാൻ ഓർക്കുന്നത്, ഇത് 1988 ജൂലൈ 8 ഈ പെരുമൺ ദുരന്തം. രണ്ടാമത്തെ ദുരന്തം എന്ന് പറയുന്നത് മലനട ദുരന്തമാണ്. മലനട എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏക ദുര്യോധന ക്ഷേത്രമാണ്. മലനട അപ്പൻ പോരുവഴി പെരുവിരുത്തി മലനട. അവിടെ അത് വാസ്തവത്തിൽ പത്രപ്രവർത്തകർക്ക് പറ്റാവുന്ന വലിയ അക്കിടികളിൽ ഒന്നാണ് എനിക്കും പറ്റിയത്. അവിടെ ഈ കെട്ടുകുതിരയുടെ എടുപ്പാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം. അപ്പോൾ പരിപാടി എല്ലാം നടന്നു കഴിഞ്ഞ് രാത്രി 2 മണിയാവും പരിപാടി തീരാൻ. അപ്പം ഞാൻ പിറ്റേ ദിവസത്തെ പത്രത്തിന് വേണ്ടി നമ്മൾ നേരത്തെ ഒരു 10 മണിയാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു 8 മണിയാകുമ്പോഴേ വാർത്ത കൊടുക്കുമല്ലോ. അത് ഗംഭീരമായി കെട്ടുകാഴ്ചയോടുകൂടി പെരുവിരുത്തി മലനടയിലെ മലനട മഹോത്സവം സമാപിച്ചു നിൽക്കുന്ന ആലങ്കാരികമായിട്ടും കവിതാമയമായിട്ടും ഒക്കെയുള്ള ഹെഡിങ്ങൊക്കെ എഴുതി വാർത്തയൊക്കെ ഫയൽ ചെയ്തു. രാവിലെ 5 മണിക്ക് എൻ്റെ സുഹൃത്ത് RS ബാബു എന്നെ വിളിക്കുന്നു. അത് പറഞ്ഞോ,
ഞാൻ എന്താ മലനടയിൽ വെടിക്കെട്ട് അപകടമുണ്ടായി. ഉയ്യോ, മലനടയിലെല്ലാം ഗംഭീരമായി സമാപിച്ചതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാനല്ല, എല്ലാവരും അവനാണ് കൊടുത്തത്. അവിടെ വലിയ 10-25 പേര് മരിച്ചിട്ടുണ്ട്, 10-30 പേര് മരിച്ചെന്നാണ് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞറിഞ്ഞില്ലേ ബാബു, വാസ്തവത്തിൽ ഈ വലിയ പത്രത്തിൻ്റെ ലേഖനായിട്ട് പോലും ചെറിയ പത്രത്തിൻ്റെ ആൾക്കാരാണ് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും. നേരത്തെ ഞാൻ പറഞ്ഞു, സുധീശൻ എന്ന് പറയുന്ന വീക്ഷണ ലേഖനാണ് ഈ പെരുമണ്ണിൽ തീവണ്ടി പറഞ്ഞത് ആദ്യം എന്നെ അറിയിച്ചത്. അതുപോലെ ഈ മലനട ദുരന്തം തന്നെ അറിയിച്ചത് RS ബാബുവാണ്, ദേശാഭിമാനിയുടെ ലേഖനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ അറിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബു നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ബാബുവിനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് മാതൃഭൂമിയുടെ ഒരു കാറൊക്കെ വരുത്തി. അങ്ങനെ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ, പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും എന്താ പറയുക, ഈ മത്തിയൊക്കെ വറുത്തിട്ടിരിക്കുന്നത് പോലെ ഇലയിൽ ഡെഡ് ബോഡികൾ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ ഡെഡ് ബോഡി. അതിൽ ചിലരുടെ ബോഡിയിൽ തലയില്ല, അംഗഭംഗം വന്ന മൃതദേഹങ്ങൾ. ആളുകളുടെ ശരീരഭാഗങ്ങൾ 1 കിലോമീറ്റർ ദൂരെ വരെ തെറിച്ചുപോയ സംഭവമുണ്ട്. അതായത് ഈ അവിടെ മത്സര കമ്പം. അതിൻ്റെ ഭാഗമായിട്ട് ഓം എന്ന് പറയുന്നൊരു ബോർഡ് വലിച്ചൂരിയെടുത്തപ്പോൾ അത് പിന്നെ എന്താ പറയുക, ബൾബിൽ തട്ടി ഉടഞ്ഞ ഫിലമെൻ്റ് ആയിട്ട് കൂട്ടി ഉരഞ്ഞ് അവിടെ തീപിടുത്തം ഉണ്ടായി. ഒരു 5000 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അവിടെ അഗ്നി പ്രളയം ഉണ്ടായി. അങ്ങനെയാണ് ആളുകൾ മരിച്ചത്. മരിച്ചവരുടെ പലരും തല പൊട്ടിത്തെറിച്ചു, ശരീരങ്ങൾ ഛിന്നഭിന്നമായി. അങ്ങനെ ഉള്ള അവസ്ഥയാണ്. ആ മലനട ദുരന്തവും എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത മറ്റൊരു ദുരന്തമാണ്. അത് ഈ പറഞ്ഞ പോലെ വായനക്കാർക്കാണോ എനിക്കാണോ എന്നുള്ള കാര്യം വേറെ ആലോചിക്കണം. ഏതായാലും ആ സംഭവം കഴിഞ്ഞു. ഇന്ത്യയിലെ സേഫ്റ്റി കമ്മീഷണർ, ബോംബ് സേഫ്റ്റി കമ്മീഷണർ ഇവിടെ നേരിട്ട് ബാംഗ്ലൂരാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം, എനിക്കൊന്ന് നാഗപ്പൂരാന്ന് തോന്നുന്നു. അവിടെ നിന്ന് സേഫ്റ്റി കമ്മീഷണർ ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നെ ആ റിപ്പോർട്ടിനെ തുടർന്ന് ആ വർഷം നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പരിപാടികൾ പോലും, അവിടുത്തെ മറ്റ് ഇതുപോലെയുള്ള കമ്പം പോലെയുള്ള പരിപാടികൾ അവർ ആ വർഷം നിരോധിച്ചു. അതിൽ 25 പേരാണ് മരിച്ചത് മലനട ദുരന്തത്തിൽ. അപ്പോൾ മലനട ദുരന്തം മറ്റൊരു ദുരന്തം, അങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ. ഇതിന് പുറമെ പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് ഉണ്ട്, അത് വേറെ കാര്യം. കൊല്ലത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരുമായിട്ടും ഞാൻ നല്ല ബന്ധത്തിലായിരുന്നു. ശ്രീ R ബാലകൃഷ്ണപിള്ള, ശ്രീ ബേബി ജോൺ, ശ്രീ CV പത്മരാജൻ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടിയുടെയും നേതാക്കന്മാരുമായിട്ടും, ശ്രീ PK ഗുരുദാസൻ. വാസ്തവത്തിൽ PK ഗുരുദാസൻ എനിക്ക് അങ്ങേയറ്റത്തെ ആദരവുള്ള ഒരു നേതാവാണ്. കൈക്കൂലി വാങ്ങിക്കാത്ത ഏക മന്ത്രി. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത പശ്ചാത്തലമൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. അങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ പൊതുപ്രവർത്തന രംഗത്ത് ഇക്കാലത്തും ഉണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയ അഭിമാനകരമായി ഞാൻ കാണുന്ന ആളാണ്. എന്നെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ചെന്നക്കട എന്താ പറയുക, മൈതാനത്ത് മൈക്ക് വെച്ച് കിട്ടി അദ്ദേഹം എനിക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്, ഞാൻ എൻ്റെ എല്ലാ പല യോഗങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. കാര്യം എനിക്ക് അങ്ങേയറ്റത്തെ ആദരവുള്ള ഒരാളാണ് ശ്രീ PK ഗുരുദാസൻ. CPMൻ്റെ ദീർഘകാലം, എനിക്കൊന്ന് 18 വർഷം CPMൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. പിന്നെ മന്ത്രിയായി, പിന്നെ CATUവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി, പിന്നെ മിനിമം വേജസ് അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാനായി. അങ്ങനെ പല സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചത്? ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിൽ എന്തോ ഒരു സ്വർണം മോഷണം പോയി. അപ്പോൾ ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ ഒരു ഓഫീസിലെ ഒരു റിപ്പോർട്ടറെ ഗുരുദാസൻ്റെ മകളുടെ വീട്ടിലേക്ക് അയച്ചു. അപ്പോൾ ആ മകളുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ആ വീട്ടിൽ ജനലിന് പാളിയൊന്നുമില്ല. അവിടെയൊക്കെ ദൈവങ്ങളുടെ പടം വച്ചിട്ടാണ് ഈ ജനൽ മറച്ചിരിക്കുന്നത്. അതിന് വല്ല ഒരു ഗ്ലാസ് ഇടാനോ ഒന്നും അവർക്ക് ശേഷിയില്ല. ആ മരുമകന് അതൊരു പാവപ്പെട്ട ജീവനക്കാരനാണ്. അപ്പോൾ ആ രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. എക്സൈസ് മന്ത്രിയായിരുന്നു, ഓർക്കണം. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരേ ഒരു എക്സൈസ് മന്ത്രി ശ്രീ PK ഗുരുദാസനാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പല മന്ത്രിമാരുടെ പേരൊക്കെ എനിക്കറിയാം. കൈക്കൂലി വാങ്ങിച്ചവരുടെ ഒരുപാട് പേര് അവരാണല്ലോ കൂടുതലും. പക്ഷെ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരേ ഒരു എക്സൈസ് മന്ത്രി PK ഗുരുദാസനാണ്. സ്വന്തമായൊരു വീടില്ലാത്ത, അവസാനം പാർട്ടി അദ്ദേഹത്തിനൊരു വീട് വെച്ച് കൊടുത്തു. അതിൻ്റെ ഭാര്യയുടെ അല്പം സ്ഥലത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഗുരുദാസനൊരു വീട് വെച്ച് കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹത്തിന് സ്വന്തമായൊരു വീടുണ്ടായത്. അങ്ങനെയുള്ള PK ഗുരുദാസൻ. അതുപോലെ തന്നെ ശ്രീ R ബാലകൃഷ്ണപിള്ള വലിയ എന്താ പറയുക, അഹങ്കാരിയാണെന്നും അദ്ദേഹം വലിയൊരു ജന്മിയാണെന്നും
അദ്ദേഹം ഒരു വലിയ എന്താ പറയുക ജനാധിപത്യവാദിയല്ല, അതിനപ്പുറത്ത് സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒരു പ്രതീകമാണെന്നൊക്കെ ആളുകൾ വിശേഷിപ്പിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹവും അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നെ പഞ്ചാബ് മോഡൽ പ്രസംഗമൊക്കെ ഉണ്ടായി. പഞ്ചാബ് മോഡൽ പ്രസംഗം അദ്ദേഹം ആൾക്കാരെ കണ്ട ആവേശം കൊണ്ട് പറഞ്ഞു പോയതാണ്. അതല്ല അദ്ദേഹം ഇന്ത്യക്കെതിരായിട്ടോ രാജ്യത്തിനെതിരെ ഒന്നും അദ്ദേഹം പറയത്തില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരിക്കലും അത് ചിന്തയിൽ പോലും വരുന്ന കാര്യമല്ല. പക്ഷേ അദ്ദേഹം ഒരു ലീഡർ എന്ന നിലയിൽ ഒന്നാന്തരം നേതാവായിരുന്നു ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ ഒരു പൊതുജന സേവനം, അദ്ദേഹത്തിൻ്റെ രാജ്യത്തോടുള്ള കൂറ്, അദ്ദേഹത്തിൻ്റെ നാടിനോടുള്ള കൂറ്, കൊട്ടാരക്കരക്കാരോടുള്ള കൂറ്, അതൊക്കെ നമുക്ക് പ്രത്യേകം ഒരിക്കലും മറക്കാനാവാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ശ്രീ ബേബി ജോൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തായിരുന്നു, ഒരു ഇതിഹാസമായിരുന്നു. അദ്ദേഹം ഈ നീണ്ടകര എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൽ നിന്ന് ഉയർന്നു വന്ന ഏറ്റവും വലിയ തൊഴിലാളി നേതാവായിരുന്നു ബേബി ജോൺ. ആ ബേബി ജോൺ വാസ്തവത്തിൽ പാവപ്പെട്ട തൊഴിലാളികളെ ചവറയിലെയും നീണ്ടകരയിലെയും കരിമണൽ തൊഴിലാളികളെ അവരുടെ കാണപ്പെട്ട ദൈവമായിരുന്നു ശ്രീ ബേബി ജോൺ. അങ്ങനെയുള്ള ശ്രീ ബേബി ജോണിനെ പോലെയുള്ളവർ കൊല്ലം രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവന ഇവിടെ നമ്മുടെ ഈ പറഞ്ഞു വരുമ്പം കൂടുതലും ദുരന്തങ്ങളാണ്. എന്താ പറയുക, ഇവിടെ ഈ ട്രോളിങ്ങിൻ്റെ കാലമാണല്ലോ, ട്രോളിംഗ് നിരോധനത്തിൻ്റെ കാലമാണല്ലോ. അല്ല, ജൂൺ ജൂലൈ മാസങ്ങളിൽ മത്സ്യബന്ധനം നിരോധിക്കുന്നതിനെയാണ് ട്രോളിംഗ് നിരോധനം എന്ന് പറയുന്നത്. മത്സ്യങ്ങളുടെ പ്രജനന കാലമായതിനാൽ ആ സമയത്ത് മീൻ പിടിക്കരുതെന്നാണ് ഒരു തിയറി. അതിനെ എതിർക്കുന്നവരുമുണ്ട്, വേറെ കാര്യം. ഏതായാലും അങ്ങനെ ഒരു ട്രോളിംഗ് നിരോധനം വന്നപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച് ശക്തികുളങ്ങരയിൽ നടന്നപ്പോൾ സമരം അവസാനം ഒരു വെടിവയ്പ്പിലാണ് കലാശിച്ചത്. 2 പേര് മരിച്ചു. അന്ന് ബേബി ജോൺ പറഞ്ഞു, സർ സി പി രാമസ്വാമി അയ്യരുടെ കാലത്ത് പോലും ഇതുപോലെയുള്ള നരനായാട്ട് കേരളത്തിൽ നടന്നിട്ടില്ല. അങ്ങനത്തെ നരനായാട്ടാണ് ശക്തികുളങ്ങരയിൽ അല്ലെങ്കിൽ കൊല്ലത്ത് നടന്നതെന്ന് നിയമസഭയിൽ ശ്രീ ബേബി ജോൺ പ്രസംഗിച്ചതാണ്. അദ്ദേഹം മന്ത്രിയാണെന്ന് ഓർക്കണം. ഇ കെ നായനാരുടെ മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയാണ്. പക്ഷേ എങ്കിലും അദ്ദേഹം അത്ര ശക്തമായി സമരം ചെയ്യുന്നവർക്ക് വേണ്ടി അദ്ദേഹം വാദിച്ചു. അങ്ങനെയുള്ള ശ്രീ ബേബി ജോൺ. പിന്നെ ചന്ദ്രശേഖരൻ നായരെ പോലെയൊരു വളരെ ജെൻറ്റിൽമാനായ ഒരു മന്ത്രി, മാവേലി സ്റ്റോറുകളുടെയൊക്കെ സ്ഥാപകൻ, അങ്ങനെയുള്ള ജനകീയനായ മന്ത്രി, അങ്ങനെയുള്ള എത്രയോ പേർ. സി വി പത്മരാജൻ, അദ്ദേഹം നമ്മുടെ ഗ്രാമവികസന മന്ത്രിയായിരുന്നു, പിന്നെ ധനകാര്യമന്ത്രിയായി, പിന്നെ ഇലക്ട്രിസിറ്റി മിനിസ്റ്ററായിരുന്നു. ആ നിലയ്ക്കൊക്കെ ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള നല്ല ഒന്നാന്തരം മന്ത്രിയാണ് ശ്രീ വി പത്മരാജൻ. അങ്ങനെ കൊല്ലം രാഷ്ട്രീയത്തിൽ വലിയ സംഭാവന നൽകിയ ഒരുപാട് പേര്. അവരുടെ സംഭാവനകൾ ഒക്കെ നമുക്ക് മറക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞു വരുന്ന മറ്റേ മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, പിന്നെ എനിക്ക് പലപ്പോഴും എന്താണെന്ന് എനിക്കറിയില്ല, കൂടുതലും മനസ്സിൽ തരുന്നത് ഈ ദുരന്തങ്ങളാണ്. അതിലെ മറ്റൊരു ദുരന്തമാണ് കല്ലുവാതുക്കൽ മദ്യ ദുരന്തം. കല്ലുവാതുക്കൽ മദ്യ ദുരന്തം എന്ന് പറയുന്നത്, കല്ലുവാതുക്കൽ എന്ന സ്ഥലത്ത് താത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ അനധികൃത ചാരായം കൊടുത്ത് കാശ് വാങ്ങിച്ച് ആളുകളിലൊക്കെ 40 പേര് മരിച്ച ഒരു സംഭവമാണ്. കല്ലുവാതുക്കൽ മാത്രമല്ല, അതിൻ്റെ ഭാഗമായിട്ട് കഴക്കൂട്ടമല്ലല്ലോ, ആ തിരുവനന്തപുരം ജില്ലയുടെ ആ ഭാഗത്തും കുറേ പേര് മരിച്ചിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ കുറേ പേര് മരിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം 40-50 പേര് മരിക്കാനിടയായ ദുരന്തമാണ് കല്ലുവാതുക്കൽ മദ്യ ദുരന്തം. ആ കല്ലുവാതുക്കൽ മദ്യ ദുരന്തവും റിപ്പോർട്ട് ചെയ്യാനുള്ള നിർഭാഗ്യം എനിക്കാണ് ഉണ്ടായത്. അപ്പോൾ അത് കല്ലുവാതുക്കൽ മദ്യ ദുരന്തം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ എന്താ പറയുക, കണ്ടംപ്റ്റ് ഓഫ് കോർട്ടലക്ഷ്യ കേസിലും പ്രതിയായി. കാര്യം വാസ്തവത്തിൽ അതിനകത്ത് ഞാൻ മാത്രമല്ല, എൻ്റെ സഹപ്രവർത്തനായിരുന്നൊരു മുരളീധരൻ നായർ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറാണ് ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്തത്. കാര്യം ഈ കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസിലെ 1-ാം പ്രതി മണിച്ചൻ്റെ അനിയൻ കൊച്ചനി എന്ന് പറയുന്ന അയാളുടെ ഒരു അനിയൻ, അയാൾ 2 ദിവസം കഴിഞ്ഞ്, അയാളും പ്രതിയാണ് ഈ കേസിലെ 4-ാം പ്രതിയോ മറ്റുമാണ്. അയാൾ ഈ കേസിൽ പ്രതിയായിട്ടുള്ള അയാൾ പോലീസിന് പിടികൊടുക്കാൻ വേണ്ടി ഒരു സറണ്ടേഡ് അറസ്റ്റ് ആണ് നടത്തിയത് യഥാർത്ഥത്തിൽ. അതായത് ഇയാളെ പോലീസ് തല്ലാതിരിക്കാൻ വേണ്ടി ഇയാൾ ചെയ്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോടതി കൂടുന്നതിന് മുമ്പ് ജഡ്ജിയുടെ ചേംബറിൽ അയാൾ ഹാജരായിട്ട് അതുവഴി അയാൾ പോലീസിന് കീഴടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് എന്ന് പറഞ്ഞ് ഈ മുരളീധരൻ പത്രത്തിൽ എഴുതിയപ്പം പരവൂരുള്ള 2 വക്കീലന്മാർ മാതൃഭൂമി എഴുതിയ ലേഖകനുമെതിരെ ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കേസ് കൊടുത്തു. അപ്പോൾ അവർക്ക് ഈ മാതൃഭൂമി എന്ന് പറഞ്ഞാൽ ഞാനാണെന്നാണ് അവരൊക്കെ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ചൂച്ചിറ മധു, എൻ്റെ പേര് വെച്ച് വന്ന ലേഖനമൊന്നുമല്ല, എൻ്റെ റിപ്പോർട്ടൊന്നുമല്ല, എങ്കിൽ പോലും ആ റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്ത് എൻ്റെ പേരാണ് കൊടുത്തത്. ഹൈക്കോടതി അത് കേസെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കേസിൽ ഞാനും പ്രതിയായി. ഇപ്പോഴും പറയാം, ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ 10 വർഷം ആകാറായി, ഇപ്പോഴും ഞാൻ ആ കേസിലെ പ്രതിയാണ്.
ആ കേസിൽ കോടതി പറഞ്ഞത് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വളരെ തെറ്റായിപ്പോയി, ജുഡീഷ്യറിക്ക് അപമാനകരമായി പോയി, കോടതിയും പോലീസും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് അവിടെ നടന്നു എന്ന് എഴുതിയത് അങ്ങേയറ്റം തെറ്റാണ്. അതുകൊണ്ട് അത് തിരുത്തി മാപ്പ് പറയണം, 1-ാം പേജിൽ അതിൻ്റെ കറക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയുടെ വിധി അങ്ങനെയായിരുന്നു. ജസ്റ്റിസ് മോഹൻകുമാർ, അദ്ദേഹത്തിൻ്റെയും വേറൊരു ആളും 2 പേരും ചേർന്നിട്ട് ഡിവിഷൻ ബെഞ്ചാണ്. അപ്പോൾ നമ്മൾ മാതൃഭൂമി അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഇപ്പോഴും ആ കേസ് തീർപ്പാക്കിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ആ കേസിലെ പ്രതിയാണ്. അപ്പോൾ ആരോ പറഞ്ഞതുപോലെ ഈ കേസിലെ പ്രതിയൊക്കെ ആരാടാ ഇതൊക്കെ മീഡിയയ്ക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യുന്ന വേണമെങ്കിൽ തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയൊക്കെ കേസിൽ പ്രതിവരെയായ സംഭവങ്ങളുണ്ട്. എൻ്റെ ഓഫീസിൽ ഒരു ദിവസം രാവിലെ, എൻ്റെ ഓഫീസെന്ന് പറഞ്ഞ ഡോക്ടർ KN പൈയുടെ വീടാണ് എൻ്റെ ഓഫീസ് ആയിരുന്നത്. ഇപ്പം മാതൃഭൂമിക്ക് സ്വന്തമായി വീട് കെട്ടിടമൊക്കെ ഉണ്ട്. പക്ഷേ ഞാനന്ന് മാതൃഭൂമിയുടെ ലേഖനായിരുന്ന 85-2000 കാലത്ത് എൻ്റെ വീട് ഡോക്ടർ KN പൈ എന്ന് പറയുന്ന പ്രശസ്തനായ ഭിഷഗ്വരൻ്റെ വീടാണ്. അദ്ദേഹത്തിൻ്റെ വീട് നമ്മൾ വാടകയ്ക്കെടുത്ത് മേളിൽ ഓഫീസും താഴെ എൻ്റെ താമസവും ആയിരുന്നു. അപ്പോൾ താഴെ എൻ്റെ താമസം, എൻ്റെ അമ്മയൊക്കെ അവിടെ അന്ന് അമ്മ ജീവിച്ചിരിക്കുന്ന സമയം അമ്മയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്കൊന്ന് 93-ലാണെന്ന് തോന്നുന്നു, ഒരു ദിവസം രാവിലെ എൻ്റെ അടുത്ത് പ്രശസ്ത കാന്തികൻ ശ്രീ ഹർഷകുമാർ അദ്ദേഹം ഒരു വാർത്ത തരാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10-100 പേര് പെട്ടെന്ന് ഓൾ ഓൺ എ സഡൻ ഇരച്ചു കയറുകയാണ് എൻ്റെ ഓഫീസിലേക്ക്. ഈ 2-ാം നിലയിലേക്ക് കോണിപ്പടികൾ കയറി വരികയാണ്. നീ ഏതാണെന്നോടാ മധു, നീ എഴുതുമോടാ, ഓട്ടോക്കാരെക്കുറിച്ച് നീ എഴുതുമോടാ എന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഈ വേണാട് വിശേഷം എന്ന് പറയുന്നത് അമ്പ് കൊള്ളാത്തവരിലെ ഗുരുക്കളിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് കൈവയ്ക്കാത്തവരായിട്ട് ആരും ഉണ്ടായില്ല. അപ്പോൾ ഓരോ ആഴ്ചയിലും ഓരോരുത്തരാണ് കഥാപാത്രങ്ങൾ. അപ്പോൾ ആ ആഴ്ചയിലെ കഥാപാത്രം ഓട്ടോറിക്ഷക്കാരായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ആ വേണാട് വിശേഷം വായിച്ച് വളരെ ദേഷ്യപ്പെട്ട ഓട്ടോറിക്ഷക്കാർ അവരെ ഒരു ജാഥ നടത്താൻ, വേറെന്തോ കാര്യത്തിന് ഒരു ജാഥ നടത്താൻ കളക്ട്രേറ്റ് വന്നപ്പോൾ, തൊട്ടടുത്ത ഓഫീസാണ് മാതൃഭൂമി ഓഫീസ്, എന്നാൽ ഇവനെ കൂടെ മാതൃഭൂമി ഓഫീസിൽ നിന്ന് പോയി ഇവനെ കൂടെ കണ്ടു 4 കൊടുത്തേക്കാം എന്ന് പറഞ്ഞവരെല്ലാം കൂടി ഇരച്ചു കയറി വന്നതാണ് എൻ്റെ ഓഫീസിലേക്ക്. എന്നെ ഇനി വിളിക്കാൻ ചീത്തയൊന്നുമില്ല. 200 പേരും കയറിയില്ല, ഒരു 100-150 പേര് അകത്ത് കയറി വന്നിട്ട് ഹർഷകുമാർ സാക്ഷിയാണ്. ഹർഷകുമാറിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഹർഷകുമാറിനല്ല ആര് ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ സാധിക്കും, അത്ര വയലൻ്റാണ്. എടാ, നീ ഇനിയും ഓട്ടോറിക്ഷക്കാരെക്കുറിച്ച് എഴുതിയാൽ നീ ഇനി ഈ കസേരയിൽ ഇരുന്ന് എഴുതുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള, അതൊക്കെ നല്ല ഭാഷയാണ്. പക്ഷേ ഏറ്റവും മോശപ്പെട്ട ഭാഷയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കാത്ത തെറി കൊണ്ട് തന്നെ അഭിഷേകം ചെയ്ത് നമ്മുടെ അന്തം വിട്ടുപോയി നമ്മുടെ ഹർഷകുമാർ മാത്രമല്ല ഞാനും ഞെട്ടിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാനാണ് ഈ 200 പേരുടെ മുമ്പിൽ? അങ്ങനെ എന്നെ അവർ നിർത്തിപ്പൊരിക്കുക എന്ന് പറഞ്ഞതുപോലെ അവരെന്നെ കശാപ്പ് ചെയ്തില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ എൻ്റെ അന്ന് വൃദ്ധയായ അമ്മ പിന്നെ മരിച്ചുപോയി. അമ്മ മേളിൽ നിന്ന് വരുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കും, മോനെ എന്തെങ്കിലും ഉപദ്രവിച്ചോ? ഒന്നുമില്ല എന്നൊക്കെ അവർ പറയുമ്പോഴും അമ്മ ആശ്വാസമാണെങ്കിലും അമ്മ ഇങ്ങനെ കരയുകയായിരുന്നു. അതെനിക്ക് വലിയ സങ്കടമായിപ്പോയി. കാര്യം അമ്മ ഒരു മകൻ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്ക് കരയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, അമ്മ ധരിച്ചിരിക്കുന്ന ഇവൻ മാന്യമായ ജോലി ചെയ്യുന്നവനാണ്, ഇവന് കുഴപ്പമൊന്നുമില്ല, വലിയ സോഷ്യൽ സ്റ്റാറ്റസൊക്കെ ഉള്ളവനാണ് എന്നാണ് അമ്മ ധരിച്ചിരിക്കുന്നത്. പക്ഷേ അമ്മ വല്ലാതെ കരഞ്ഞു പോയി. ഭാര്യ സ്ഥലത്തില്ലായിരുന്നു. ഏതായാലും ആ സംഭവം ഉണ്ടായി. പക്ഷേ അന്ന് ഇടാ ജേക്കബാണ് കളക്ടർ. ഇടാ ജേക്കബ് വിവരം അറിഞ്ഞിട്ട് ഇവന്മാർക്കെതിരെ ചെയ്യാവുന്ന മുഴുവൻ ദ്രോഹം അദ്ദേഹം പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരെ. 1 മാസം കൊല്ലം നഗരത്തിൽ ഓട്ടോറിക്ഷ ഓടിയില്ല. 1 മാസം. അവസാനം ഇവർ തന്നെ എന്നെ വന്ന് കണ്ടു, കളക്ടറെ കണ്ടു. അങ്ങനെ ഓരോരുത്തരുടെയും കാല് പിടിച്ച് ഞങ്ങളൊന്ന് ഓടിക്കോട്ടെ എന്ന് കാല് പിടിച്ചിട്ടാണ് കൊല്ലത്ത് ഓട്ടോറിക്ഷ പുനഃസ്ഥാപിച്ചത്. അങ്ങനൊരു സംഭവം എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ മറക്കാനാവാത്തൊരനുഭവമായിട്ട് ഉണ്ട്. പിന്നെ വേറൊരു സംഭവം ഉണ്ടായത്, ഈ പുട്ടു കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരു 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 പിടികിട്ടാ പുള്ളി ഒരുത്തനുണ്ടായിരുന്നു. അവനൊരു പോലീസുകാരനെ കുത്തിക്കൊന്നവനാണ്. അവന് പിന്നെ ഒരു പോലീസുകാരനെ കുത്തിക്കൊന്നു, എന്നിട്ട് അവനങ്ങ് മുങ്ങി. അവന് ഇടയ്ക്ക് പലപ്പോഴും നഗരത്തിൽ പല ഭാഗത്തും പ്രത്യക്ഷപ്പെട്ടിട്ട് ആൾക്കാരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ, ഒരു 10-50 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീ എൻ്റെ ഓഫീസിൽ കയറി വന്നിട്ട് ചോദിച്ചു, ഈ മധു എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞു ഞാനാണ്, അങ്ങനെ എവിടെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ ഇരിക്കുന്നത് ഇതാണ് ഓഫീസ്, താഴെ താമസമാണ്.
ശരിയല്ല ഒന്നുമില്ല, അറിയാം, കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് സംശയം തോന്നി, എന്താ ഒരു നല്ല ഉദ്ദേശത്തിലല്ല ഇവർ വന്നതാണ്. ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അത് പുട്ടു കുഞ്ഞുമോൻ്റെ അമ്മയായിരുന്നു. പുട്ടു കുഞ്ഞുമോൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അവർ ഞാൻ പോലീസിന് പറഞ്ഞു. അന്ന് മുതൽ ഒരു 2 ആഴ്ച എൻ്റെ ഓഫീസിന് പോലീസ് കാവലിട്ടു. അങ്ങനെ പോലീസ് കാവലിൽ 2 ആഴ്ച ജോലി ചെയ്തവനാണ് ഞാൻ. കുറ്റമൊന്നും ചെയ്തിട്ടല്ല, പക്ഷേ എങ്കിലും എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസ് അങ്ങനെ ചെയ്തത്. ഞാൻ പോലീസിനെ ഒരുപാട് വിമർശിച്ചെഴുതിയിട്ടുള്ള ആളാണ്. എങ്കിൽ പോലും ഒരു ആപത്ത് വന്നപ്പോൾ പോലീസിനെ സഹായിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഉള്ള സംഭവങ്ങളും പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു 12 വർഷം, അത് ഞാൻ വീണ്ടും ഓർക്കുകയാണ്, അന്ന് നാലപ്പാട് പറഞ്ഞത് യു വിൽ ബി ദെയർ ഫോർ 10 to 15 years എന്ന ഒരു പ്രവാചകനെ പോലെ അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുകയാണ്. 10 മുതൽ 15 വർഷം വരെ നിങ്ങൾ കൊല്ലത്തായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ വാസ്തവത്തിൽ ഞാൻ തിരിച്ച് തള്ളിയ സംഭവമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ കറക്റ്റ് 15 വർഷം ഇരുന്നില്ല, 12.5 വർഷം ഞാൻ കൊല്ലത്ത് തന്നെ ലേഖകനായി തുടർന്നു. അങ്ങനെ അവസാനം എന്നെ കോട്ടയത്തേക്ക് സ്ഥലം മാറ്റി. ഡെസ്കിലേക്കാണ് മാറിയത്. ചീഫ് സബ് എഡിറ്റർ മുമ്പേ പറഞ്ഞതുപോലെ ചീഫ് സബ് എഡിറ്ററായിട്ടാണ് എന്നെ കോട്ടയത്തേക്ക് സ്ഥലം മാറ്റിയത്. അവിടെ ഞാൻ പോയി. അവിടെ ഞാൻ 2-3 വർഷം ആക്ടിങ് ന്യൂസ് എഡിറ്ററായിട്ടുമൊക്കെ വർക്ക് ചെയ്തു. 2.5 വർഷത്തിന് ശേഷം 2.5-3 വർഷത്തോളം ഞാൻ കോട്ടയത്തുണ്ടായിരുന്നു. ഡെസ്കിലായതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ റിപ്പോർട്ടിങ്ങുമായിട്ട് വലിയ ബന്ധമില്ല. ഇടയ്ക്ക് ഞാൻ NSS ജനറൽ സെക്രട്ടറി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. വേറെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടൊരു തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില റിപ്പോർട്ടിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അധികവും ഞാൻ ഡെസ്കിലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കോട്ടയത്ത് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ ഒരു ചെറിയ അനുഭവമുള്ളത്, അത് പറയാൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരിക്കൽ ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ അവധിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നാളെ മധു നേരത്തെ വരണം. ഞാനന്ന് ആദ്യകാലത്ത് അവിടെ താമസിച്ചെങ്കിലും പിന്നെ കൊല്ലത്തുനിന്ന് പോയി വരികയായിരുന്നു. അപ്പോൾ ഒരു ദിവസം പുള്ളി പറഞ്ഞു ഞാൻ നാളെ കാണത്തില്ല, മധു നേരത്തെ വരണം. ഞാൻ പറഞ്ഞു വരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടുന്ന് കൊട്ടാരക്കരയ്ക്ക് ഒരു ബസ്സിൽ കയറി, കൊട്ടാരക്കരയിൽ നിന്ന് കോട്ടയത്തേക്ക് വേറൊരു ഫാസ്റ്റിൽ കയറി ഞാനിങ്ങനെ കോട്ടയത്തേക്ക് പോവുകയാണ്. കാര്യം നേരത്തെ ചെല്ലാൻ വേണ്ടിയിട്ട്. ട്രെയിനാണെങ്കിൽ 5 മണിയാവും അവിടെ ചെല്ലാൻ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നേരത്തെ ഒരു 4 മണിക്ക് അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട് ഞാൻ ബസ്സിൽ പോയി. അങ്ങനെ ബസ്സിൽ പോയ സമയത്ത് കോട്ടയം ചങ്ങനാശ്ശേരി കഴിഞ്ഞ് അടുത്ത സ്ഥലം എന്താ പള്ളം, ആ സ്ഥലം എത്തിയപ്പോഴത്തേന് ഒരു വലിയ ജാഥ, വണ്ടിയെല്ലാം അവിടെ നിർത്തിയിരിക്കുക, പോകത്തില്ല. അരമണിക്കൂറോളം ബസ്സിലിരുന്നു, ബസ് നീങ്ങുന്നില്ല. ഞാൻ ഇറങ്ങി. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു ഇനിയും ബസ്സൊന്നും പോകത്തൊന്നുമില്ല, വലിയ ജാഥയാണ്, ജ്ഞാനായ സമുദായത്തിൻ്റെ ഏതാണ്ടൊരു വലിയ ജാഥയാണ്, എറണാകുളത്ത് അല്ല കോട്ടയത്ത് നാഗമ്പട മൈതാനത്ത് വലിയ പിന്നെ അവരുടെ സമ്മേളനമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇറങ്ങി പുറത്തൊരാളോട് ചോദിച്ചു ഇവിടുന്ന് കോട്ടയത്തേക്ക് പോകാൻ വല്ല വണ്ടിയോ ഓട്ടോറിക്ഷയോ വല്ലതും കിട്ടുമോ? ഓടെ ഒന്നും കിട്ടത്തില്ല, ഇപ്പം ഇതിനിടയ്ക്ക് കൂടെ ആരാ ഓടുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുന്ന് കോട്ടയത്തേക്ക് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ വരും. ഞാൻ ചോദിച്ചു വല്ല എളുപ്പ വഴിയല്ലോ ഉണ്ടോ? എളുപ്പ വഴി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ഊടുവഴികളൊക്കെ ഉണ്ടോ, അതിലൊക്കെ വേണമെങ്കിൽ പോവാം. ഏതായാലും ഞാൻ അപ്പോഴത്തെ ഒരു ധൈര്യത്തിന് മറക്കാനാവാത്ത സംഭവമാണ്. അവിടുന്ന് ഞാനൊരൊറ്റ ഓട്ടം കോട്ടയത്തേക്ക്, പള്ളത്തുനിന്ന് കോട്ടയത്തേക്കൊരു ഓട്ടം 6 കിലോമീറ്റർ ചെറിയ ഊടുവഴികളൊക്കെ പോയി. ഒരു 5 കിലോമീറ്റർ ഓടിയപ്പം എങ്ങനെയോ ഒരു ബസ്, അത് ഈ റോഡ് മുഴുവൻ ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് എന്തോ ഒരു വണ്ടി പിന്നെ ഡീവിയേറ്റ് ചെയ്ത് അതിലേ വന്നു. ആ വണ്ടിയിൽ കയറി ഞാൻ കോട്ടയത്ത് നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് വേറെ ഓട്ടോറിക്ഷ പിടിച്ച് ഓഫീസിൽ പോയി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 6 മണിയായി അങ്ങ് ചെന്നപ്പം. 5 മണിക്ക് ഞാൻ ബസ്സിൽ ട്രെയിനിൽ പോയിരുന്നെങ്കിൽ 5 മണിക്ക് ചെല്ലേണ്ടതാണ്. ഞാൻ നേരത്തെ എത്താൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ പിന്നെ ബസ് ബ്രേക്ക് ഡൗൺ അല്ല, വണ്ടി ഓടാത്തത് കൊണ്ട് അവിടുന്ന് ഞാൻ PT ഉഷയോട് മത്സരിച്ച് ഒരു ഓട്ടം ഓടി, ഞാൻ കോട്ടയം വരെ ഓടി. അങ്ങനെ ഒരു സംഭവവും ഈ പത്രപ്രവർത്തനത്തിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്, അത് ഓർക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കോട്ടയത്തുനിന്ന് തിരിച്ച് കൊല്ലത്ത്, ഞാൻ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ ആയെന്ന് പറഞ്ഞതുപോലെ ഞാൻ എവിടെ പോയാലും തിരിച്ച് കൊല്ലത്തേക്ക് വരുമെന്നുള്ളത് എൻ്റെ ഒരു വിധിയാണ്. അങ്ങനെ ഞാൻ കോട്ടയത്തേക്ക് പോയതിന് ശേഷം 3 വർഷം കഴിഞ്ഞ് വീണ്ടും കൊല്ലത്ത് വന്നൊരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ ഇവിടുന്ന് പാലക്കാട്ടേക്ക് മാറ്റി. അതിൻ്റെ ചെറിയ പാരവയ്പ്പുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പറയേണ്ട കാര്യമില്ല. ഏതായാലും പാലക്കാട് പോയപ്പോഴാണ് ഞാൻ ഈ കൊല്ലത്ത് 10-20-23 വർഷം വർക്ക് ചെയ്തെങ്കിലും ഒരു തവണ പോലും ഞാൻ കൊല്ലം പ്രസ് ക്ലബിൻ്റെ ഭാരവാഹിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്ത് ഞാൻ ഇരുന്നിട്ടില്ല. പക്ഷേ പാലക്കാട് പോയപ്പോൾ ഞാൻ ചെന്നതിൻ്റെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുറേ
പ്രമുഖരായ പത്രക്കാർ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഇത്തവണ ചേട്ടൻ ഞങ്ങളുടെ പ്രസിഡൻ്റാകണം. ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ എത്രയും പെട്ടെന്ന് കൊല്ലത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അപ്പോൾ എനിക്കതൊന്നും താല്പര്യമില്ല. അല്ല സാരമില്ല, ചേട്ടനായേ പറ്റൂ, ഒന്നും ഒഴിവൊന്നും പറയരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ നിർബന്ധിച്ച്, എന്താ പറയുക, എതിരില്ലാതെ എന്നെ പാലക്കാട് പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ പാലക്കാട് ജോലി ചെയ്യുന്ന സമയത്ത് 2 സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നത്. ഒന്ന്, കൊക്കക്കോള സമരമാണ്. കൊക്കക്കോള, പെപ്സിക്കോള എന്ന് പറയുന്ന കോള കമ്പനികൾക്കെതിരെ അന്ന് നടത്തിയ ജനകീയ സമരം. ആ ജനകീയ സമരത്തിൻ്റെ നേതാവ് മൈലമ്മ എന്ന് പറയുന്നൊരു ആദിവാസി സ്ത്രീയാണ്. ആ ആദിവാസി സ്ത്രീക്ക് വേണ്ട ബൗദ്ധികമായ നേതൃത്വം നൽകിയതും അവർക്ക് മറ്റ് സഹായങ്ങളൊക്കെ നൽകിയത് മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന MP വീരേന്ദ്രകുമാറാണ്. ആ വീരേന്ദ്രകുമാർ സാർ തന്നെ ഈ മൈലമ്മയെ, ഈ ആദിവാസിയെ, പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, അക്ഷരമൊന്നും അറിയാൻ വയ്യ, ഇംഗ്ലീഷ് അറിയില്ലെന്ന് മാത്രമല്ല മലയാളം തന്നെ അറിയില്ല. അവരെയും കൊണ്ട് ഒരിക്കലും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം മൈലമ്മയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അപ്പം പ്രധാനമന്ത്രി ചോദിച്ചു, മാഡം അല്ലെങ്കിൽ മൈലമ്മ, താങ്കൾക്ക് എന്തു വേണം? അവർ പറഞ്ഞു, സാർ കുടിക്കാൻ കുറച്ച് വെള്ളം, കുറച്ച് ശുദ്ധജലം കിട്ടിയാൽ സന്തോഷം. അത് പറഞ്ഞ ആളാണ് മൈലമ്മ. ആ മൈലമ്മ നയിച്ച ആ സമരത്തിൽ വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിൽ, എൻ്റെ ബൗദ്ധികമായ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ മൈലമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ കൊക്കക്കോളയ്ക്കും പെപ്സിക്കോളയ്ക്കും എതിരെ നടന്ന സമരം, അതിനെതിരെ നടന്ന ലോക ജലസമ്മേളനം, ആ ജലസമ്മേളനമൊക്കെ റിപ്പോർട്ട് ചെയ്തതും അതൊക്കെ ചെയ്തതും പേനയുടെ സമരമുഖം തുറന്നുകൊണ്ട് വീരേന്ദ്രകുമാർ സാറിൻ്റെ കൂടെ ഞാനും എളിയ രീതിയിൽ ആ സമരത്തിനോടൊപ്പം നിന്ന ആളാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താ കൃഷ്ണൻ നായർന്നോ മറ്റോ ആണെന്നല്ല, കൃഷ്ണൻ നായർന്നാണോ ബാലകൃഷ്ണൻ നായർന്നാണോ ആ ജഡ്ജിയുടെ പേര്, അദ്ദേഹമാണ് കൊക്കക്കോള കേരളത്തിൽ, അല്ലെങ്കിൽ ഈ കമ്പനി പൂട്ടാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് അദ്ദേഹമാണ്. ബാലകൃഷ്ണൻ നായർന്നാണെന്ന് തോന്നുന്നു. CPI മൈൻഡായിട്ടുള്ള, രാഷ്ട്രീയം പറയുന്ന രീതിയല്ലെങ്കിൽ പോലും ഒരാളാണ് അദ്ദേഹമാണ് കൊക്കക്കോള കമ്പനി കേരളത്തിൽ പൂട്ടാൻ, അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമടയിൽ പൂട്ടാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അപ്പോൾ ആ സമരങ്ങളുടെയൊക്കെ പിന്നിൽ ചെറിയ രീതിയിൽ എൻ്റേതായ സംഭാവനകൾ ഞാൻ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു സംഭവം, ഞാൻ അവിടെ ചെന്ന സമയത്താണ് അറിയാം, പിന്നെ ഒരു പോലീസ് ഓഫീസറുണ്ടായിരുന്നു. അയാളുടെ പേര് ദിനേശ് എന്നാണ്. ആ ദിനേശൻ ഒരു കാലത്ത് KSRTCയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. ദിനേശന് ചരിത്രമുള്ള ആളാണ്. ദിനേശൻ്റെ അച്ഛൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് തീവ്രവാദികളുടെ ബോംബാക്രമണത്തിൽ മരിച്ച ആളാണ് അച്ഛൻ, പോലീസ് ഓഫീസർ. അതായത് അടിയന്തരാവസ്ഥ കാലത്ത് സെൻസർഷിപ്പാണ്, വാർത്തയൊന്നും പത്രത്തിൽ വരത്തില്ല, ഒന്നും അറിയാൻ മാർഗ്ഗമില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു നക്സലൈറ്റിനെ പിടികൂടി. ആ നക്സലൈറ്റിനെ അന്നത്തെ DIG ജയറാം പടിക്കൽ, നക്സലൈറ്റുകളുടെ ഇതിൻ്റെ ചുമതല വഹിക്കുന്ന ജയറാം പടിക്കലിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോവുകയാണ്, ഈ പോലീസ് ഓഫീസർ പോവുകയാണ്. അപ്പോൾ ഈ പിടിച്ച നക്സലൈറ്റിനെ കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അപ്പോൾ നക്സലൈറ്റിനെ ജീപ്പിൻ്റെ പുറകിൽ കയറ്റി. ആ നക്സലൈറ്റും വേറൊരു പ്രതിയുമുണ്ട്, അയാൾ നക്സലൈറ്റ് അല്ല, അയാളെ കൂടെ കയറ്റി. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ പോലീസ് ഓഫീസർ, അദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടറാണ്, അദ്ദേഹം വേറൊരു പോലീസ് ഓഫീസറോ പോലീസ് കോൺസ്റ്റബിളോ മറ്റോ കൂടെയുണ്ട്. ഇവരെ രണ്ടുപേരെയും കൊല്ലാൻ ഇവന്മാർ പോലീസ് ജീപ്പിലിരുന്ന് പ്ലാൻ ചെയ്യുകയാണ്. എന്നിട്ട് പോലീസ് ജീപ്പിൻ്റെ പുറകിൽ ക്യാൻ ഇരിപ്പുണ്ട്, പെട്രോൾ നിറച്ച ക്യാനുണ്ട്. അത് ആംഗ്യം കാണിക്കാനേ പറ്റൂ, കാര്യം സംസാരിച്ച പോലീസ് ഓഫീസർമാർ കേൾക്കുമല്ലോ. അങ്ങനെ ഇവർ ആംഗ്യം കാണിച്ച് ഒരു തക്ക സമയമാകുമ്പോഴത്തേന് തട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു വിജനമായ സ്ഥലത്ത് കൂടി പോലീസ് ജീപ്പ് പാഞ്ഞു പോകുമ്പോൾ ഈ പെട്രോൾ എടുത്ത് ഈ പോലീസ് ഓഫീസറുടെ തലയിലൊഴിച്ച് തീ കത്തിക്കുകയാണ്. അയാൾ അപ്പം തന്നെ മരിക്കുകയാണ്, വെന്തു മരിക്കുകയാണ്, തീ പിടിച്ച് അങ്ങനെ മരിക്കുകയാണ്. ആ ആൾ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകനാണ് ഞാൻ ഈ പറഞ്ഞ ദിനേശൻ. ഞാൻ ഈ മാതൃഭൂമിയുടെ പാലക്കാട് ലേഖനായി ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദിനേശൻ. ആ ദിനേശൻ എന്നോട് പറഞ്ഞു, നിങ്ങളൊക്കെ പത്രക്കാരായിട്ട് ഇവിടെ ജോലി ചെയ്തിട്ട് എന്ത് കാര്യം, ഇവിടെ ആൺപിള്ളേർ ഈ ഗോതമ്പ് കള്ളക്കടത്ത്, കരിഞ്ചന്ത ഈ കള്ളക്കടത്ത് നടത്തുന്ന വല്ലതും അറിയുന്നുണ്ടോ? ഇവിടെ നിന്നുള്ള ഗോതമ്പ് ഇടുക്കി ജില്ലയ്ക്കും കോട്ടയം ജില്ലയ്ക്കുമുള്ള ഗോതമ്പ് ഇവിടുന്ന് നമ്മുടെ പാലക്കാട് ജില്ലയുടെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി അവിടുന്ന് ഫ്ലവർ മില്ലുകളിൽ കൊണ്ടുപോയി പൊടിച്ച് 4 ഇരട്ടി വിലയ്ക്ക് വിൽക്കുകയാണ്, കരിഞ്ചന്തയിൽ വിൽക്കുകയാണ്. ഇത് വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഞാൻ പിന്നെ ഇതേക്കുറിച്ച് അന്വേഷിച്ചു. ഇവിടുന്ന് പാലക്കാട്ട് നിന്നാണ് ഗോതമ്പ് വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ്റെ ഗോഡൗണിൽ വരുന്ന ഗോതമ്പ്
കോട്ടയത്തേക്കും ഇടുക്കിക്കുമുള്ള ഗോതമ്പ് സപ്ലൈ ചെയ്യുന്നത് പാലക്കാട് നിന്നാണ്. അത് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഇവർ നമ്മുടെ ജില്ലാ അതിർത്തിയിലുള്ള ഫ്ലവർ മില്ലുകളിൽ കൊണ്ടുപോയി വലിയ കരിഞ്ചന്തയ്ക്ക് വിലയ്ക്ക് മറിച്ചു വിറ്റിട്ട് അത് പിന്നെ കരിഞ്ചന്തയിൽ വിൽക്കുന്ന സമ്പ്രദായം. ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പാണ് നടന്നത്. അന്ന് വാസ്തവത്തിൽ AK ആന്റണി മന്ത്രിസഭയാണ്, കാർത്തികേയനാണ് മന്ത്രി. അദ്ദേഹമായിരുന്നു ഭക്ഷ്യവകുപ്പ് മന്ത്രി. കാർത്തികേയൻ പിന്നീട് അന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുവല്ല, പിന്നീട് അദ്ദേഹം ഒരു വിവാഹ ബന്ധത്തിലൂടെ എൻ്റെ അടുത്ത ബന്ധുവാണ് ഇപ്പോൾ കാർത്തികേയൻ. എൻ്റെ അളിയൻ്റെ മകളെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. പക്ഷേ അന്ന് അങ്ങനെ ബന്ധമൊന്നുമില്ല. പക്ഷേ കാർത്തികേയൻ അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ എൻ്റെ ഈ റിപ്പോർട്ടർ മാതൃഭൂമിയിൽ ഇങ്ങനെ ഞാനൊരു സംഗതി ഏറ്റുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വിടത്തില്ല. അതിൻ്റെ അന്ത്യം കാണുന്നിടം വരെ ഞാൻ നിൽക്കുന്നവരാണ്. കല്ലട ഡാമിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഞാനിതിൻ്റെ അന്ത്യം കണ്ടിട്ടേ അടങ്ങൂ. അതുകൊണ്ട് ആദ്യം അവിടുത്തെ റേഷനിങ് കൺട്രോളിങ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. പിന്നെ 3 ജില്ലാ സപ്ലൈ ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തു. അതിൻ്റെ പരിധിയിൽ വരുന്ന 8 താലൂക്ക് സപ്ലൈ ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തു. ഇതിൻ്റെ കീഴിൽ വരുന്ന മുഴുവൻ സിവിൽ സപ്ലൈസ് ഇൻസ്പെക്ടർമാരെ സസ്പെൻഡ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഇവന്മാരുടെ കള്ളക്കളി മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവന്ന് ഈ പരിപാടി നിർത്തുന്നിടം വരെ ഞാൻ എഴുതി. ഗോതമ്പ് കരിഞ്ചന്ത അതോടുകൂടിയാണ് അവസാനിച്ചത്. അതും എനിക്ക് എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ മറക്കാനാകാത്തൊരു അനുഭവമാണ് ഈ പാലക്കാട് നടന്ന ഗോതമ്പ് കള്ളക്കടത്ത്. പാലക്കാട് പിന്നെ പാലക്കാട് ഞാൻ വീണ്ടും കൊല്ലത്ത് വന്നിട്ടാണ് ഞാൻ പിന്നെ കോട്ടയത്തേക്ക് എന്നെ വീണ്ടും സ്ഥലം മാറ്റി. കോട്ടയത്ത് ഞാൻ ഡെപ്യൂട്ടി എഡിറ്ററായിട്ടാണ് എന്നെ സ്ഥലം മാറ്റിയത്. ന്യൂസ് റൈറ്ററുടെ മെയിലാണ്. അപ്പോൾ കുറച്ച് നാൾ കോട്ടയത്ത് വർക്ക് ചെയ്തു. കോട്ടയത്ത് വർക്ക് ചെയ്തപ്പോഴാണ് തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടി എഡിറ്ററുടെ പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് 3 വർഷം സർവീസ് ബാക്കിയുണ്ട്. അങ്ങനെ 3 വർഷം സർവീസ് ബാക്കിയുള്ളപ്പോൾ എന്നെ തിരുവനന്തപുരത്തേക്ക് മാറ്റി. തിരുവനന്തപുരം ഡെപ്യൂട്ടി എഡിറ്ററായിട്ടാണ് ഞാൻ വാസ്തവത്തിൽ 85-ൽ ഞാൻ കൊച്ചിയിൽ വെച്ച് ആഗ്രഹിച്ചാണ് എനിക്ക് തിരുവനന്തപുരത്തേക്കൊരു സ്ഥലം മാറ്റം തരണം. അത് വളരെ വാർദ്ധക്യകാലത്തെന്ന് പറഞ്ഞതുപോലെ അതെനിക്ക് അവസാന സർവീസിൻ്റെ അവസാന എൻഡിൽ തിരുവനന്തപുരം ഡെപ്യൂട്ടി എഡിറ്റർ, അവിടുത്തെ ഏറ്റവും ഉയർന്ന പോസ്റ്റ്, പത്രാധിപരുടെ തൊട്ടു താഴെയുള്ള പോസ്റ്റാണ് ഡെപ്യൂട്ടി എഡിറ്റർ. ആ പോസ്റ്റിലേക്ക് എന്നെ നിയമിച്ചു. 3 വർഷം മാതൃഭൂമിയുടെ തിരുവനന്തപുരം ഡെപ്യൂട്ടി എഡിറ്റർ. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടിങ്ങുമായിട്ട് എനിക്ക് നേരിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ ആ യൂണിറ്റിൻ്റെ ചാർജുള്ള ആളെന്ന നിലയിൽ എന്നെ കൊണ്ടൊക്കുന്ന വിധത്തിൽ മാതൃഭൂമിയുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും ചെറിയ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും ഒക്കെ എൻ്റേതായ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അങ്ങനെ മാതൃഭൂമിയുടെ തിരുവനന്തപുരം ഡെപ്യൂട്ടി എഡിറ്ററായിട്ടാണ് ഞാൻ സർവീസിൽ നിന്ന് പിരിഞ്ഞത്. പിരിയുന്നതിന് മുമ്പ് മാതൃഭൂമിയുടെ MD ആയിരുന്ന ശ്രീ വീരേന്ദ്രകുമാർ സാറും അതുപോലെ തന്നെ മാനേജിംഗ് എഡിറ്റർ ശ്രീ PV ചന്ദ്രനും എന്നോട് പറഞ്ഞു, നിങ്ങൾ പിരിയരുത്, നിങ്ങൾ മാതൃഭൂമിയിൽ തുടരണം, നിങ്ങൾ കുറഞ്ഞ പക്ഷേ ഒരു 3 വർഷമെങ്കിലും മാതൃഭൂമിയിൽ തുടരണം, ഞങ്ങൾ പറയാതെ നിങ്ങൾ പിരിയരുത്. ഞാൻ പറഞ്ഞു, സാറ് എന്നെ അങ്ങനെ നിർബന്ധിക്കരുത്, ഇതെൻ്റെ പോളിസിയാണ്, ഒരു ദിവസം പോലും ഞാൻ തുടരത്തില്ല. എൻ്റെ പിന്നാലെ വരുന്നവർക്ക് ഈ സീറ്റിലിരിക്കണമെങ്കിൽ എന്നെപ്പോലെയുള്ളവർ മാറണം. എൻ്റെ മുമ്പേ പോയ പലരും ഇവിടെ ഇരുന്നിട്ടാണ് എനിക്കൊക്കെ വളരെ വൈകി ഈ സ്ഥാനത്ത് വരാൻ പറ്റിയത്. പക്ഷേ ഞാൻ മുഖേന മറ്റൊരാൾ പോലും അതിന് ബുദ്ധിമുട്ടരുത്, അതുകൊണ്ട് സാറേ അത് നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ് റിട്ടയർ ചെയ്യുന്ന ആ ദിവസം തന്നെ ഞാൻ വിരമിച്ച ആളാണ്. മാതൃഭൂമിയിൽ നിന്ന് അങ്ങനെ പടിയിറങ്ങിയ ആളാണ്. അവർ മാനേജ്മെൻറ്റ് തുടരാൻ പറഞ്ഞിട്ടും പിന്നെ തുടർന്ന് 3 പേരെ മാതൃഭൂമിയിലുള്ളൂ. ആദ്യത്തെ ആളിൻ്റെ പേര് മലയൻകീഴ് ഗോപാലകൃഷ്ണൻ എന്നാണ്. രണ്ടാമത്തെ ആളിൻ്റെ പേര് NB രാജേന്ദ്രൻ എന്നാണ്. അദ്ദേഹം പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ആളാണ്. 3ാമത്തെ ആൾ ഞാനാണ്. പല വീരവാദമൊക്കെ പറയുന്നവരും വിപ്ലവകാരികളും യൂണിയൻ നേതാക്കന്മാരും ഒക്കെ അവർ എക്സ്റ്റൻഷനെതിരെ സംസാരിക്കുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അവരുടെ അവസരം വരുമ്പോൾ എക്സ്റ്റൻഷന് വേണ്ടി വാദിക്കുകയും കാല് നക്കുകയും കാല് പിടിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമുള്ളപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത ഒരാളല്ല. ഞാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് പോലും അത് വേണ്ടെന്ന് വളരെ വിനയപൂർവ്വം നിരസിച്ച ഒരാളാണ്. ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം എൻ്റെ ഭാര്യയുടെ ഒരു സ്ഥാപനമുണ്ട്, കസ്തൂർബാ ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത്. അവിടെ TTC പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. അവിടെ ഒഴിവുള്ള മുറിയിൽ 1-2 എണ്ണം എനിക്ക് തന്നിട്ടുണ്ട്. അവിടെ സിവിൽ സർവീസ് കോച്ചിങ് എന്ന പേരിൽ IAS ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന ഒരു പരിശീലന പരിപാടി ഞാൻ കുറേ വർഷങ്ങളായി നടത്തിയിരുന്നു. അതിനിടെ പുസ്തകരചനയിലേക്ക് ഞാൻ കടന്നു. ഞാൻ ആദ്യം എഴുതിയ പുസ്തകം ഞാനുമായി ഒരു ബന്ധമില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ്. അത് മദ്യത്തെക്കുറിച്ചാണ്.
ലോകം ഇന്നേവരെ കണ്ട ഏറ്റവും വലിയ മഹാൻ മഹാത്മാഗാന്ധിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്നെ ഒരു ദിവസത്തേക്ക് ഇന്ത്യയുടെ ഏകാധിപതിയാക്കിയാൽ സർവ്വ മദ്യഷാപ്പുകളും ഒരു പൈസ കോമ്പൻസേഷൻ കൊടുക്കാതെ അടച്ചുപൂട്ടുമെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറയുക മാത്രമല്ല അത് ജീവിതത്തിൽ പകർത്തിയ മഹാത്മാഗാന്ധിയാണ് എൻ്റെ ആദർശപുരുഷൻ. പത്രപ്രവർത്തന രംഗത്തും എൻ്റെ റോൾ മോഡൽ മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജി ഒരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു. അദ്ദേഹം 3-4 പത്രങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ. കേരളം കണ്ട ഏറ്റവും വലിയ മഹാനാരെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു സംശയമില്ലാതെ മറുപടി പറയാൻ പറ്റും, ശ്രീനാരായണ ഗുരുദേവനാണ്. അങ്ങനെ മഹാത്മാഗാന്ധിയും ഗുരുദേവനും എന്തിനു വേണ്ടി പറഞ്ഞുവോ അതിനുവേണ്ടി നിലകൊള്ളുന്ന ആളാണ് ഞാൻ മദ്യത്തിനെതിരെ. അപ്പോൾ വിഷമദ്യത്തിൻ്റെ വിഷമവൃത്തം എന്നതാണ് ഞാൻ ആദ്യമായി എഴുതിയ പുസ്തകം. അത് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ എം വി വീരേന്ദ്രകുമാർ ആണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. കേരളത്തിലെ പൊതുപ്രവർത്തന രംഗത്തെ ഏറ്റവും മാതൃകാപുരുഷനായിട്ടുള്ള ശ്രീ വി എം സുധീരൻ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അന്നത്തെ എക്സൈസ് മന്ത്രി ശ്രീ പി കെ ഗുരുദാസന് പുസ്തകം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പ്രകാശനം ചെയ്തത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പുസ്തകം വിഷമദ്യത്തിൻ്റെ വിഷമവൃത്തം എന്നതാണ് ആദ്യത്തെ പുസ്തകം. അപ്പോൾ അതാണ് ആദ്യമായി ഞാൻ പ്രസിദ്ധീകരിച്ച പുസ്തകം. രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ഒരു യാത്രാവിവരണ ഗ്രന്ഥമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ടൂർ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നാഗാലാൻഡ് ഞാൻ സന്ദർശിച്ചിരുന്നു. 2 ആഴ്ചയോളം ഞാൻ നാഗാലാൻഡിലുണ്ടായിരുന്നു. സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും നാടാണ് നാഗാലാൻഡ്. ഇന്ത്യയുടെ വൈവിധ്യമാർന്നൊരു സംസ്ഥാനമാണ് നാഗാലാൻഡ്. ആ നാഗാലാൻഡിനെ കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും അടങ്ങിയ യാത്രാവിവരണ ഗ്രന്ഥമാണ് നാഗാലാൻഡ് ഡയറി എന്ന് പറയുന്ന എൻ്റെ രണ്ടാമത്തെ പുസ്തകം. എൻ്റെ മൂന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ഞാൻ ബഹുമാനിക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജീവചരിത്രമാണ്. ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ലോകത്തെ ഏറ്റവും സ്നേഹമുള്ള അമ്മ എന്നാണ്. ലോകത്തെ ഏറ്റവും സ്നേഹമുള്ള അമ്മ എന്ന പേരിൽ മാതാ അമൃതാനന്ദമയിയെക്കുറിച്ച് എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് ആ പുസ്തകം. നാലാമത്തെ പുസ്തകം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസംഗത്തെക്കുറിച്ചാണ്. ആ പുസ്തകത്തിൻ്റെ പേര് നല്ല പ്രസംഗം എന്നാണ്. എങ്ങനെ ഒരു നല്ല പ്രസംഗം നടത്താം, എങ്ങനെ ആളുകളെ ബോറടിപ്പിക്കാതെ ഒരു പ്രസംഗം ആകർഷകമാക്കാം, പ്രസംഗം എങ്ങനെ ഒരു കലയാക്കി മാറ്റാം. കണിയാവൂരൻ രാമേന്ദ്രനെ പോലെയുള്ള വലിയ നല്ല പ്രസംഗകർ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രീ എൻ കൃഷ്ണൻ നായരെ പോലെയുള്ള DGP ആയിരുന്ന ശ്രീ കൃഷ്ണൻ നായർ സാറ് പ്രസംഗകലയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പ്രസംഗ കല ഒരു പഠനം എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വിനീതനായ ഞാനും പ്രസംഗം വളരെ ഇഷ്ടപ്പെട്ട ഒരാളെന്ന നിലയിൽ നല്ല പ്രസംഗം എന്ന പേരിൽ ഒരു പുസ്തകം പ്രസംഗത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മറ്റത് തെന്മല മുതൽ തസ്രാക്ക് വരെ. തെന്മല എന്ന് പറയുന്നതിന് വേറെ വലിയ പ്രാധാന്യമുണ്ട്. കൊല്ലം ജില്ലയിൽ ആണെങ്കിലും സിന്ധു നദിയുടെ സംസ്കാരത്തേക്കാൾ ഒരു പഴയ സംസ്കാരം കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായ തെന്മലയിൽ ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർ രാജേന്ദ്രൻ എന്ന് പറയുന്ന തിരുമുല്ലവാരത്ത് താമസിക്കുന്ന ഒരു ചരിത്ര ഗവേഷകൻ, ഒരു പുരാവസ്തു ഗവേഷകൻ അതേക്കുറിച്ച് ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തതുമാണ്. അപ്പോൾ അങ്ങനെ ആ തെന്മല മുതൽ തസ്രാക്ക് എന്ന് പറയുന്ന മലയാളത്തിലെ നമ്മുടെ യേശുക്രിസ്തു കാലത്തെ 2ആയി വിഭജിച്ചു എന്ന് പറയുന്നത് പോലെ മലയാള സാഹിത്യത്തെ 2ആയി വിഭജിച്ച OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ ഭൂമികയാണ് തസ്രാക്ക്. ആ തെന്മല മുതൽ തസ്രാക്ക് വരെയുള്ള കേരളത്തിലെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളെക്കുറിച്ച് ഞാൻ എഴുതിയ പുസ്തകമാണ് ഈ തെന്മല മുതൽ തസ്രാക്ക് വരെ എന്നുള്ള പുസ്തകം. പിന്നെ ഞാൻ എഴുതിയ പുസ്തകം കേരളത്തിലെ ഒരു 10-60ഓളം വ്യക്തികൾ സാഹിത്യരംഗത്തും കലാരംഗത്തും കാവ്യരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ലബ്ധപ്രതിഷ്ഠ നേടിയ 60ഓളം വരുന്ന പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെക്കുറിച്ച് ഞാൻ എഴുതിയ പുസ്തകമാണ് പ്രതിച്ഛായകൾ എന്ന പേരിൽ എഴുതിയ തൂലികാ ചിത്രങ്ങൾ. അങ്ങനെ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാലഗോപാൽ ഉൾപ്പെടെയുള്ള പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ച്, M കൃഷ്ണനായ സാർ ഉൾപ്പെടെയുള്ളവരെ, OND സാർ ഉൾപ്പെടെയുള്ളവരെക്കുറിച്ച് ആ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. മറ്റൊരു പുസ്തകം എൻ്റെ ആത്മകഥാപരമായ പുസ്തകമാണ്. അതിൻ്റെ പേര് സത്യത്തിൻ്റെ സാക്ഷി എന്നാണ്. മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്ന പേര് നൽകിയതുപോലെ സത്യത്തിൻ്റെ സാക്ഷി എന്ന പേരിൽ ഞാനും സ്വീകരിച്ചത് സത്യം മാത്രം പറയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സത്യത്തിൻ്റെ സാക്ഷി എന്ന് പറയുന്ന എൻ്റെ ആത്മകഥാപരമായ, അതിനകത്ത് എൻ്റെ സർവീസ് സ്റ്റോറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എൻ്റെ ജനനം മുതൽ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള
മുഴുവൻ കാര്യങ്ങളും അടങ്ങിയതാണ് സത്യത്തിൻ്റെ സാക്ഷി എന്ന് പറയുന്ന ആത്മകഥാപരമായ പുസ്തകം. പിന്നെ ഞാൻ എഴുതിയ പുസ്തകം സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഞാൻ 2-3-4 വർഷം ക്ലാസ് എടുത്തത് സിവിൽ സർവീസിനെ കുറിച്ചാണ്. ആ സിവിൽ സർവീസിനെ കുറിച്ച് ആ പുസ്തകം എന്താണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അടങ്ങിയതാണ് സിവിൽ സർവീസ് എന്ന സ്വപ്നഭൂമി എന്ന പേരിൽ ഞാൻ എഴുതിയ ആ പുസ്തകം. പിന്നെ മറ്റൊരു പുസ്തകം പീതപതാകയും സ്വർണ്ണപതാകയും. പീതപതാകയും സ്വർണ്ണപതാകയും എന്ന് പറയുന്ന പീതപതാക SNDP യോഗത്തിൻ്റെ കൊടിയാണ്, സ്വർണ്ണപതാക NSSൻ്റെ കൊടിയാണ്. ഈ രണ്ട് സംഘടനകളെയും കുറിച്ച് എഴുതിയ പുസ്തകമാണ് പീതപതാകയും സ്വർണ്ണപതാകയും. NSSനെ കുറിച്ചും SNDP ശ്രീനാരായണ ഗുരുദേവൻ്റെയും കുമാരനാശാൻ്റെയും അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ്റെയും ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള ഉൾപ്പെടെയുള്ള കേളപ്പൻ ഉൾപ്പെടെയുള്ള NSS നേതാക്കന്മാരെയും കുറിച്ച് എഴുതിയ പുസ്തകമാണ് പീതപതാകയും സ്വർണ്ണപതാകയും എന്ന് പറയുന്ന ആ പുസ്തകം. പിന്നെ ശ്രീ RS ബാബു, എൻ്റെ മാന്യ സുഹൃത്ത്, ഞങ്ങൾ ഒരുമിച്ച് മാതൃഭൂമിയുടെയും ദേശാഭിമാനിയുടെയും ലേഖകന്മാരായി കൊല്ലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം മീഡിയ അക്കാദമിയുടെ ചെയർമാനായതിനു ശേഷം ആ പ്രസ്ഥാനത്തിന് തന്നെ വലിയ മാറ്റവും ഉണർവും ഒക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് തന്നെ താല്പര്യപ്രകാരം ഞാൻ എഴുതിയ പുസ്തകമാണ് വൃത്താന്ത വഴിയിൽ, വാർത്ത വന്ന വഴി, അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ പേര് വൃത്താന്ത വഴിയിൽ എന്നാണ്. അങ്ങനത്തെ പുസ്തകം മീഡിയ അക്കാദമി പ്രകാശനം ചെയ്തതാണ്. ആ പുസ്തകവും എനിക്ക് എഴുതാൻ കഴിഞ്ഞു വന്നത് പത്രപ്രവർത്തനത്തെക്കുറിച്ചാണ്. ആ പുസ്തകം എങ്ങനെയാണ് റിപ്പോർട്ടിംഗ് എന്താണ്, എഡിറ്റിംഗ് എന്താണ് പത്രപ്രവർത്തനം എന്ന് സംബന്ധിച്ചിട്ടുള്ള സമസ്ത വിവരങ്ങളും, പത്രപ്രവർത്തനം സ്വാതന്ത്ര്യാനത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ചരിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടങ്ങിയ പുസ്തകമാണ് വൃത്താന്ത വഴിയിൽ എന്ന മീഡിയ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകം. ശ്രീ ബാബുവിൻ്റെ വലിയ പ്രോത്സാഹനം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ എഴുതിയ പുസ്തകം എൻ്റെ മാന്യ സുഹൃത്ത് ഇപ്പോഴത്തെ പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ ആനന്ദ ബോസ്. അദ്ദേഹം ഒരു നല്ല ഭരണാധികാരിയാണ്, നല്ല പ്രസംഗകനാണ്. പക്ഷേ അദ്ദേഹം ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ആളുകൾ വേണ്ടോ അറിയുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, നിരവധി ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. അതേക്കുറിച്ച് അധികം ആളുകൾക്ക് അറിയില്ല. ആനന്ദബോസിൻ്റെ സാഹിത്യ സബരിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ, ഒരു കഥാകൃത്ത് എന്ന നിലയിൽ, ഒരു കവി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് ഞാൻ എഴുതിയ പുസ്തകമാണ് പിന്നെ ആനന്ദബോസ്. അക്ഷരപൂജയിലും ആനന്ദബോസ് മറ്റു പല രംഗത്തും ഒന്നാമനാണ്. പക്ഷേ അക്ഷരപൂജയിലും ആനന്ദബോസ് എന്ന പേരിൽ ഞാൻ എഴുതിയ പുസ്തകം പശ്ചിമ ബംഗാൾ ഗവർണറുടെ ഔദ്യോഗിക വസതിയായ കഴ്സൺ ലോഡ്, അന്നത്തെ ഗവർണർ ജനറൽമാരൊക്കെ താമസിച്ചിരുന്ന വീടാണ് ഇപ്പോഴത്തെ ഗവർണറുടെ ഔദ്യോഗിക വസതി, അവിടുത്തെ രാജ്ഭവൻ. ആ രാജ്ഭവനിൽ നടത്തിയ പ്രകാശന ചടങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു, അവിടുത്തെ സാഹിത്യകാരന്മാരെല്ലാവരും പങ്കെടുത്തിരുന്നു. ആ ചടങ്ങിൽ വെച്ചാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. ബംഗാളിൽ കൽക്കത്തയിൽ പ്രകാശനം ചെയ്ത അക്ഷരപൂജയിലും ആനന്ദബോസ് എന്ന പുസ്തകവും എനിക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ എഴുതിയ പുസ്തകം കേരള രാഷ്ട്രീയം ഇതുവരെ, രാജഭരണകാലം മുതൽ ടിൽ ഡേറ്റ് ഇതുവരെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന നമ്മുടെ നിലമ്പൂർ ബൈ ഇലക്ഷൻ ഒഴികെ അതിന് മുമ്പ് നടന്ന പാലക്കാട് ഉൾപ്പെടെയുള്ള ബൈ ഇലക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർന്നതാണ് ഈ പുസ്തകം. രാജഭരണകാലം മുതൽ ഏറ്റവും ഒടുവിൽ നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉൾപ്പെടെയുള്ള കേരള രാഷ്ട്രീയ ചരിത്രമാണ് കേരള രാഷ്ട്രീയം ഇതുവരെ എന്ന് പറയുന്ന 538 പേജുള്ള ഈ ബൃഹത് ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് കാൽ നൂറ്റാണ്ടെന്ന പേരിൽ ശ്രീ ചെറിയാൻ ഫിലിപ്പ് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട്. ഈ ടൈപ്പിൽ അങ്ങനെ ഒരു പുസ്തകമേ ഉള്ളൂ. പിന്നെ ശ്രീ ജയശങ്കറൊക്കെ ചില വിഷയങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ തുടർച്ചയായിട്ട് ഇന്ത്യയിൽ ആദ്യമുണ്ടായ നിയമസഭ മൈസൂർ നിയമസഭയാണ്. രണ്ടാമത്തെ നിയമസഭ കേരള നിയമസഭയാണ്. ആ കേരള നിയമസഭയുടെ തുടക്കം മുതൽ ഇതുവരെയുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങൾ എല്ലാം ചേർന്ന പുസ്തകമാണ് കേരള രാഷ്ട്രീയം ഇതുവരെ എന്ന പേരിൽ ഇറങ്ങിയിട്ടുള്ള പുസ്തകം. അതൊഴികെയുള്ള എല്ലാം കൂടി ചേർന്ന് 9 പുസ്തകങ്ങളടങ്ങിയ എൻ്റെ പുസ്തകമാണ് വെച്ചൂച്ചിറ മധുവിൻ്റെ സമ്പൂർണ്ണ കൃതികൾ എന്ന പേരിൽ ഇപ്പോൾ എനിക്ക് 70 വയസ്സായപ്പോൾ പ്രസിദ്ധീകരിച്ച പുസ്തകം. അതിനകത്ത് എൻ്റെ 9 കൃതികളുണ്ട്. ആ 9 കൃതികൾക്ക് പുറമേയുള്ള കൃതികൾ എന്ന് പറയുന്നത് എൻ്റെ ആത്മകഥാപരമായ പുസ്തകം, അതും പിന്നെ മുഖഛായകൾ എന്ന് പറയുന്ന പുസ്തകവും പിന്നെ കേരള രാഷ്ട്രീയം ഇതുവരെ എന്നുള്ള പുസ്തകവും. അപ്പോൾ 9, 3, 12 അങ്ങനെ മൊത്തം 12 പുസ്തകമാണ്. ഇനിയൊരു പുസ്തകം എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് അധികം പേര് കേട്ടിട്ടില്ലാത്ത ഒരാളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് കൂടിയാണ്. അത് വക്കത്തു നിന്ന് 3 ഖാദർമാർ എന്നാണ് എൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പേര്. വക്കം എന്ന് പറയുന്നൊരു കുഗ്രാമമാണ് ചിറയൻകീഴ് താലൂക്കിലെ
അല്ലെങ്കിൽ ചിറയൻകീഴിനടുത്തുള്ള ഒരു പ്രദേശമാണ്. കുമാരനാശാൻ ജനിച്ച കായിക്കരയ്ക്കടുത്തുള്ള ഒരു കുഗ്രാമമാണ് ഈ വക്കം. ആ വക്കത്ത് 3 മഹാന്മാരുണ്ടായിരുന്നു. ആ 3 പേരും ഖാദർമാരാണ്. പേര് ഒരു ഖാദർമാരായെങ്കിലും അവരിൽ ഒരാൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി, മലയാള പത്രപ്രവർത്തന രംഗത്തെ സ്വതന്ത്ര ധീര പത്രപ്രവർത്തനത്തിന് പ്രതീകമായിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയ്ക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്ത സ്വദേശാഭിമാനിയുടെ സ്ഥാപകൻ, അതിൻ്റെ മാനേജർ, അതിൻ്റെ ഉടമസ്ഥൻ, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തെക്കുറിച്ചാണ്. ഒരു ഖാദർ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മകനൊരു അബ്ദുൽ ഖാദറുണ്ട്. മകൻ്റെ പേരും അബ്ദുൽ ഖാദർ എന്നാണ്. അതാണ് രണ്ടാമത്തെ ഖാദർ. മൂന്നാമത്തെ ഖാദർ രക്തസാക്ഷിയായ അബ്ദുൽ ഖാദർ, വക്കം ഖാദർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇവർ 3 പേരും വക്കംകാരാണ്. ഈ വക്കം അബ്ദുൽ ഖാദർ അദ്ദേഹം സ്വാതന്ത്ര്യ സമരകാലത്ത് അദ്ദേഹം സിംഗപ്പൂരിൽ പോയി അവിടെ വെച്ച് ജപ്പാൻ്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ജപ്പാനിന് വേണ്ടി, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരായ സമരത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ബ്രിട്ടീഷുകാരുടെ കപ്പലുകൾ മറിക്കാൻ അന്തർവാഹിനി അയച്ചപ്പോൾ അന്തർവാഹിനിയിൽ കൂടെ കയറുകയും അങ്ങനെ അവസാനം അദ്ദേഹം താനൂർ കടപ്പുറത്തിറങ്ങുകയും ഒറ്റുകാർ അദ്ദേഹത്തെ പിടികൂടുകയും പോലീസിന് കൈമാറുകയും പട്ടാളക്കാർ അദ്ദേഹത്തെ വിചാരണ ചെയ്യുകയും അവസാനം അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ ഉത്തരവിടുകയും ചെയ്യുകയാണ്. നാളെ രാവിലെ തൂക്കിക്കൊല്ലുകയാണ്. ഇന്ന് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും അദ്ദേഹത്തിൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും എഴുതിയൊരു കത്തുണ്ട്. വാപ്പ ഉമ്മ കരയരുത്, നിങ്ങളെ എൻ്റെ ഹൈന്ദവ സഹോദരന്മാർ സംരക്ഷിക്കും എന്ന് പറഞ്ഞ ധീരനായ രക്തസാക്ഷി അബ്ദുൽ ഖാദറിനെ കുറിച്ച് കൂടിയാണ് എൻ്റെ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന അവസാനത്തെ പുസ്തകം അതാണ്. എൻ്റെ കുടുംബം, എൻ്റെ വലതുവശത്തിരിക്കുന്നത് ശ്രീമതി അമ്മിണിക്കുട്ടിയാണ് എൻ്റെ പകുതിയല്ല മുഴുവനും അമ്മിണിക്കുട്ടിയാണെന്ന് പറയാം. അവർ 82-ൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നവരാണ്. എനിക്ക് അതിന് മുമ്പ് തന്നെ അവരെ പരിചയമാണ്. 6-7 വർഷം പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അത് പറയുന്നതിനും മടിയൊന്നുമില്ല. ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു. ഈ ലവ് മാരേജിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ശ്രീമതി അമ്മിണിക്കുട്ടി. അപ്പം 75 മുതൽ വരികയുണ്ട്. 82-ൽ കല്യാണം കഴിച്ചു. ശരിക്കു പറഞ്ഞാൽ എൻ്റെ ജീവിതം ഒരു വിജയമാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പൂർണ്ണ അവകാശി ശ്രീമതി അമ്മിണിക്കുട്ടിയാണ്. അവർ ഇപ്പോൾ ഇവിടെ അടുത്തുള്ള കസ്തൂർബാ ഗാന്ധി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാനേജരായി പ്രവർത്തിക്കുന്നു. ഒരു അധ്യാപികയാണ്. ഒരു മുഴുവൻ അധ്യാപികയെന്ന് പറയാൻ വയ്യെങ്കിലും സാധാരണഗതിയിൽ ഈ മക്കളൊക്കെ നല്ല നിലയിൽ വരണമെങ്കിൽ രക്ഷകർത്താക്കളിൽ ഒരാളെങ്കിലും അധ്യാപകരായാൽ അങ്ങനെയാകും. ഞാനൊരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ പത്രക്കാരുടെയും പോലീസുകാരുടെയും മക്കളൊന്നും അത്ര നന്നായിട്ടൊന്നും സാധാരണഗതിയിൽ വരാറില്ല. അപൂർവം ചിലരുടെ മക്കളൊക്കെ നല്ല നിലയിൽ വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ എൻ്റെ മക്കൾ ഒരുവിധം നല്ല നിലയിലൊക്കെ എത്തിയതിൻ്റെ പ്രധാന കാരണം ഈ അമ്മിണിക്കുട്ടി എന്ന് പറയുന്ന എൻ്റെ ഭാര്യ, അവരൊരു അധ്യാപിക ആയതുകൊണ്ടാണ് എൻ്റെ മക്കളും ഒക്കെ ഒരു നല്ല നിലയിൽ വന്നത്. എൻ്റെ മൂത്ത മകൾ കവിതാ മധു, അവൾ പിന്നെ TKM എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയാണ്. സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അധ്യാപികയാണ്. അവൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായ ചെന്നൈ IIT-യിൽ നിന്ന് PhD നേടിയ ആളാണ് കവിതാ മധു. TKM എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ വിഭാഗം അധ്യാപികയാണ്. അതിനൊക്കെ കാരണം വിജയശില്പി എന്ന് പറയുന്നത് ശ്രീമതി അമ്മിണിക്കുട്ടിയാണ്. കവിതാ മധുവാണ് എൻ്റെ മൂത്ത മകൾ. രണ്ടാമത്തെ മകൾ സംഗീതാ മധു MBA-കാരിയാണ്. പക്ഷേ ഇപ്പോൾ ഒരു അധ്യാപികയായി പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിലെ കസ്തൂർബാ ഗാന്ധി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു അധ്യാപികയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയാണ് ശ്രീമതി സംഗീത. പേര് പോലെ തന്നെ നന്നായി പാടുന്ന ആളാണ്, പാട്ടുപാടും, അതുപോലെ തന്നെ നന്നായിട്ട് കാര്യങ്ങൾ സംസാരിക്കും, മിടുക്കിയാണ്. അങ്ങനെയുള്ള സംഗീതാ മധുവാണ് എൻ്റെ രണ്ടാമത്തെ മകൾ. ഇതാണ് എൻ്റെ കുടുംബം. ഞാൻ വെച്ചൂച്ചിറ മധു എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ ഇപ്പം ഞാൻ മതിലിൽ മധുവാണ്. കാര്യം ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് മതിലിൽ. ആ പേര് തന്നെ വളരെ വിചിത്രമാണ്. മതിലിൽ എന്ന് പറയുന്ന പഴയ തൃക്കടവൂർ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗമാണ്. പഴയ പെരുന്നാൾ ലഹളയൊക്കെ നടന്നത് ഈ പ്രദേശം കൂടി ഉൾപ്പെട്ട സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് മതിലിലാണ് ഇപ്പോഴത്തെ എൻ്റെ താമസം. മതിലിലെ കൗസ്തുഭം എന്ന് പറയുന്നതാണ് എൻ്റെ വീട്. അവിടെയാണ് ഞങ്ങളിങ്ങനെ കഴിയുന്നത്. എൻ്റെ മൂത്ത മരുമകൻ MS ഹരികൃഷ്ണൻ. അദ്ദേഹം പ്രശസ്ത സംഗീതജ്ഞനായ നെയ്യാറ്റിങ്കര മോഹനചന്ദ്രൻ്റെ മകനാണ്. അദ്ദേഹം ഫെഡറൽ ബാങ്കിലെ ലീഗൽ ഓഫീസറാണ്. LLM കഴിഞ്ഞിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ ലീഗൽ വിഭാഗത്തിൽ
വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ കണ്ണൂരാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെയും കവിതയുടെയും എൻ്റെ മൂത്ത മകളുടെയും മകൻ പ്രണവ് ഹരികൃഷ്ണൻ കൊല്ലം കേന്ദ്രീയ വിദ്യാലയത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു.